പ്രൈസ്തലോ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും പ്രത്യേകാൽ ക്രൈസ്റ്റ് ബ്ലെസ്സസ് മീഡിയയ്ക്കും ദൈവനാമത്തിൽ വന്ദനം ചൊല്ലുന്നു. എൻ്റെ പേര് ജെസ്സി എന്നാണ്. എൻ്റെ ഒഫീഷ്യൽ നെയിം അന്നമ്മ എന്നാണ്. എനിക്ക് ഭർത്താവും 3 കുഞ്ഞുങ്ങളുമുണ്ട്. ഭർത്താവിൻ്റെ പേര് കുഞ്ഞുമോൻ. ദൈവവേലയോടുള്ള ബന്ധത്തിൽ ഞങ്ങളായിരിക്കുന്നു. മക്കൾ 3 പേരുണ്ട്. മോള് ക്രിസ്റ്റി, മോനിലെ മൂത്താൾ അരുൺ, 3ാമത്തെ ആൾ അതുൽ. പിന്നെ 3 അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ ദൈവം ദാനമായി നൽകി. എൻ്റെ സാക്ഷ്യമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ദൈവത്തെ അറിയുന്നതിന് മുന്നമേ ഞാനൊരു ക്രൈസ്തവ ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു മകളായിട്ടാണ് ഞാൻ വളർന്നു വന്നത്. അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും 2ാമത്തെ മകളായിട്ട് ഞാൻ ജനിച്ചു വളർന്നു. എന്നെ കൂടാതെ എനിക്ക് 2 സഹോദരങ്ങളുണ്ട്. മൂത്തത് ഒരു സഹോദരനാണ്. സഹോദരൻ്റെ പേര് ബെന്നി എന്നാണ്. സഹോദരി അനിയത്തിയാണ്. അനിയത്തിയുടെ പേര് ലിജി എന്നാണ്. ഞങ്ങളങ്ങനെ ക്രൈസ്തവ ബാക്ക്ഗ്രൗണ്ടിലെ മാതാപിതാക്കളുടെ ശിക്ഷണത്തിൽ തന്നെ വളർന്നു വന്നു. യഥാർത്ഥമായിട്ട് ദൈവം ആരെന്ന് അറിയില്ല. എന്നാലും സൺഡേ സ്കൂളിലും പള്ളികളിലുമായിട്ട് ഞങ്ങളുടെ ജീവിതം അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഞങ്ങളുടെ മാതാപിതാക്കൾ അറിഞ്ഞ സത്യത്തിൽ അവരെ ഭയഭക്തിയോടുകൂടി ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചു. എന്നിരുന്നാലും വാർദ്ധക്യത്തിലാണ് എൻ്റെ മാതാപിതാക്കൾ കല്യാണം കഴിക്കാനിടയായത്. എൻ്റെ വാർദ്ധക്യത്തിൽ എൻ്റെ പിതാവും മാതാവും കല്യാണം കഴിച്ചെങ്കിലും 5 വർഷത്തിന് ശേഷമാണ് അവർക്ക് മക്കളുണ്ടാകാനിടയായത്. അങ്ങനെ മൂത്ത സഹോദരൻ ഉണ്ടായി. 9 വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് ജന്മം തരുവാൻ ഇടയായത്. അന്നു മുതൽ ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ എൻ്റെ മാതാപിതാക്കൾ രോഗികളാണ്. ഞാൻ കാണുന്നത് എൻ്റെ മാതാപിതാക്കൾ രോഗികളായിട്ടാണ്. എൻ്റെ അപ്പച്ചൻ കണ്ണോപ്പറേഷൻ ചെയ്തു, വലിയ ഒരു മേജർ വയർ ഓപ്പറേഷൻ ചെയ്തു. അതുപോലെ പനിയാൽ വാതപ്പനി, കാലിൽ നീരായിട്ട് വാതപ്പനി വരും. അത് ഒരു മാസത്തിൽ 3 തവണയെങ്കിലും വരും. അത് ഞങ്ങളെ വല്ലാതെ ഭാരപ്പെടുത്തുമായിരുന്നു. അപ്പച്ചന് പനി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ 3 ദിവസത്തോളം അപ്പച്ചൻ കിടക്കയിൽ തന്നെയാണ്. അടുത്ത് തീ കൂട്ടി ശരീരം മുഴുവൻ വേദനയായിട്ട് ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റാതെ അപ്പച്ചനെ കൈകാലുകൾ ഇങ്ങനെ തിരുമ്മി. ഞങ്ങളന്ന് കുഞ്ഞുങ്ങളാണ്. ആ സമയങ്ങളിലൊക്കെ പിതാവിനോടൊപ്പം ആയിരിക്കാൻ എപ്പോഴും രോഗാവസ്ഥയിൽ വല്ലാതെ ഭാരപ്പെട്ടിരുന്നു. എൻ്റെ മാതാപിതാക്കന്മാർക്ക് ഞങ്ങളെ ജോലി ചെയ്ത് ഞങ്ങളെ പോറ്റുവാൻ അവരെ കൊണ്ട് നിവർത്തിയില്ലായിരുന്നു. ഒത്തിരി കഷ്ടങ്ങളുടെ മധ്യത്തിലൂടെയാണ് ഈ ദൈവത്തെ അറിയുന്നതിന് മുന്നമേ ഒരുപാട് കഷ്ടങ്ങളിലൂടെയാണ് ഞാൻ കടന്നു വന്നത്. എൻ്റെ മാതാപിതാക്കളെ രോഗികളായത് കാരണം അവർക്ക് ഞങ്ങളെ പഠിപ്പിക്കുവാനോ ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുവാനോ ഒന്നും സാധിച്ചില്ല. എന്നെ ഒരു 8 വയസ്സുള്ളപ്പോൾ തന്നെ വളർത്താൻ നിവൃത്തിയില്ലാഞ്ഞിട്ട് എൻ്റെ മാതാപിതാക്കൾ എന്നെയും എൻ്റെ സഹോദരനെയും അനാഥാലയത്തിലാക്കുവാനിടയായി. എൻ്റെ ആങ്ങളെ ഒരു ആൺകുട്ടികളുടെ അനാഥാലയത്തിലും എന്നെ ഒരു പെൺകുട്ടികളുടെ അനാഥാലയത്തിലും ആക്കുവാനിടയായി. അവർക്ക് പഠിപ്പിക്കാൻ നിവൃത്തിയില്ല. ആഹാരം തരുവാൻ ഒരു രക്ഷയുമില്ലാതെ അവർ വല്ലാതെ ഭാരപ്പെട്ട അവസ്ഥയിൽ അവരുടെ മുന്നിൽ വേറെ മാർഗമില്ലായിരുന്നു. അവർ മക്കളില്ലാതെ പ്രാർത്ഥിച്ചവർക്ക് മക്കളെ കിട്ടിയിട്ട് വളർത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെ അവർ കടന്നു പോകുവാനിടയായി. അങ്ങനെ 2 പേരെയും 2 അനാഥാലയങ്ങളിൽ കൊണ്ടാക്കി ഞങ്ങൾ അവിടെ നിന്ന് പഠിച്ചു. പക്ഷേ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ, എനിക്ക് തുടർന്ന് അവിടെ നിൽക്കാൻ സാധിച്ചില്ല. എനിക്ക് ചിക്കൻ ബോക്സ് വന്നു. അവിടെ ആ മഠത്തിലാണെങ്കിൽ കൂടിയും ആ 8 വയസ്സുള്ള ഞങ്ങൾ ഒരുപാട് പേര് അനാഥാലയത്തിലുണ്ട്. പക്ഷേ ഞങ്ങൾ 5 മണിക്ക് എഴുന്നേൽക്കണം. അവിടെയുള്ള ജോലികൾ, ഒത്തിരിയേറെ ജോലികളുണ്ടായിരുന്നു. മുറ്റം തൂക്കണം, അവരുടെ ബാത്റൂമുകൾ കഴുകണം, അവരുടെ പശുവാലയങ്ങൾ കഴുകി അവയെ കറക്കണം. അങ്ങനെ ഒത്തിരി പണികൾ ഈ 8 വയസ്സുള്ളപ്പോൾ തന്നെ ഞാൻ വല്ലാതെ ഭാരപ്പെട്ടു പോയി. എനിക്കത് താങ്ങാവുന്നതിലും അധികമായിരുന്നു. അവിടുത്തെ രീതികളും അവിടുത്തെ കാര്യങ്ങളുമൊക്കെ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചിക്കൻ പോക്സ് വന്നു. അതുവരെ എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ല. എൻ്റെ മാതാവിനെ വിളിച്ച് അവർ പറഞ്ഞു വിടുവാനിടയായി. എന്നാൽ ഈ അസുഖത്തിന് ശേഷം ഞാൻ വീണ്ടും മടങ്ങി വരുവാനിടയായി. മടങ്ങി വന്ന് അവിടുത്തെ രീതികൾ എനിക്ക് മുന്നോട്ട് പോകാൻ എനിക്ക് സാധിക്കാതെ ഞാൻ വല്ലാതെ ഭാരപ്പെട്ടു പോയ അവസ്ഥയിൽ എൻ്റെ മാതാവിനോട് ഞാൻ പറഞ്ഞു, എന്നെ ഇനി ഇവിടെ കൊണ്ടുവന്നാക്കുവാണെങ്കിൽ, അതിനു മുന്നമേ ആ മഠത്തിന് മുന്നിലൊരു ആയലുണ്ട്. ഞാൻ പറഞ്ഞു, ഇനി എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കുവാണെങ്കിൽ ഞാൻ അവിടെ ചാടിച്ചത്തളയോ അമ്മച്ചി, എന്നെ ഇനി ഇവിടെ കൊണ്ടുവന്നാക്കല്ലേ, ഞാൻ എത്ര കഷ്ടതയാണേലും എൻ്റെ മാതാപിതാക്കന്മാരുടെ കൂടെ നിന്നോളാം എന്ന് ഞാൻ പറയുവാനിടയായി. അങ്ങനെ എൻ്റെ മാതാവ് എന്നെ ആ മഠത്തിൽ നിന്ന്
4ാം ക്ലാസ് വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോഴെന്നെ കൊണ്ടുപോരുവാനിടയായി. ഞാൻ വീട്ടിൽ മാതാപിതാക്കളോട് കൂടിയായിരുന്നു. അവർക്കൊരു നേരത്തെ ഭക്ഷണം തരാൻ നിവർത്തിയില്ലാതെ ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ സ്ഥല ഉടമ ജന്മിമാരുണ്ട്. ഞങ്ങൾ രണ്ടുപേരും, ഞാനും എൻ്റെ കുഞ്ഞനിയത്തി, ഞങ്ങൾ ജന്മിമാരുടെ വീട്ടിൽ 5 മണിക്ക് പോകുമായിരുന്നു. അവരുടെ മുറ്റം തൂത്ത് പാത്രം തേച്ച് കഴുകി അവർ തിന്നതിൻ്റെ വേസ്റ്റ് തിന്ന് വളർന്ന മക്കളാണ് ഞങ്ങൾ. ഒത്തിരിയേറെ കഷ്ടങ്ങളുടെ മധ്യത്തിലൂടെ നടന്നപ്പോഴും ഞങ്ങൾ അറിഞ്ഞ് ദൈവത്തെ മുറുകെ പിടിക്കുവാൻ ഇടയായി. എന്നാലും വിശ്വാസത്തിൽ വളരുവാൻ ഞങ്ങൾക്കായില്ല. എങ്കിലും ഞങ്ങൾ മാതാപിതാക്കളുടെ ശിക്ഷണത്തിൽ ഞങ്ങളുടെ അപ്പച്ചനൊരു നിർബന്ധമുണ്ട്. പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ഇരുന്ന് പ്രാർത്ഥിക്കാൻ സമ്മതിക്കത്തില്ല, മുട്ടുമേ തന്നെ നിൽക്കണം. ഞങ്ങളുടെ ബാക്കിലായിട്ട് അപ്പച്ചൻ ചൂരലുമായിട്ടിരിക്കും. എന്നിട്ട് മുട്ടുമേ തന്നെ നിന്ന് ആ പ്രാർത്ഥന അവസാനിക്കുന്നത് വരെ ഞങ്ങൾ മുട്ടുമേ 3 മക്കളും മുട്ടുമേ നിൽക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങളെ അപ്പച്ചൻ ഭയങ്കര അറിഞ്ഞ വിശ്വസ്തയോടെ പോകാൻ പിതാവ് ആഗ്രഹിച്ചു. അതുപോലെ തന്നെ പിതാവ് ചെയ്യുമായിരുന്നു. പിതാവിന് വിദ്യാഭ്യാസമില്ല. മാതാവ് 2ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള ആളാണ്. എങ്കിലും ആ അറിഞ്ഞ സത്യത്തിൽ അവർ ഞങ്ങളെ നിർബന്ധമായിട്ടത് അനുസരിച്ച് മുന്നോട്ട് പോരുവാൻ ഞങ്ങളെ ഇടയാക്കി. എങ്കിലും ഞങ്ങളുടെ തുടർ പഠനം ഞങ്ങളുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നിന്നു. ഞങ്ങൾ ഇങ്ങനെ രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുന്നേ ജന്മിമാരുടെ വീടുകളിൽ പോയി ഞങ്ങൾ പാത്രം തേച്ച് കഴുകും, അവരുടെ മുറ്റുപടിക്കും. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞവർക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവർ ഞങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷിപ്പാൻ തരും. ഞങ്ങളത് ഭക്ഷിച്ചുകൊണ്ട് സ്കൂളിലേക്ക് കടന്നു പോകും. സ്കൂളിൽ കൊണ്ടുപോകാൻ ബുക്കോ പുസ്തകമോ പെൻസിലോ സ്ലൈറ്റോ ഒന്നുമില്ലാതെ ഞങ്ങൾ കടന്നു പോകുവാനിടയായി. അങ്ങനെ ഞങ്ങൾ വളർന്നുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ പിന്നെ ഞങ്ങൾക്ക് തോന്നി ഞങ്ങളുടെ പഠനം നിന്നു പോകും. എൻ്റെ സഹോദരൻ 5ാം ക്ലാസ് തന്നെ വെച്ച് പഠനം നിർത്തേണ്ട ഒരു സാഹചര്യം എൻ്റെ സഹോദരനുണ്ടായി. എന്ന് വെച്ചാൽ മുന്നോട്ട് പോകാൻ ഒരു നിവർത്തിയില്ല. അപ്പച്ചൻ ഒരു കൂലി വേലക്കാരനാണ്. കൂലിവേല, തൂമ്പാപ്പണിയും വിറകീറുമാണ് എൻ്റെ അപ്പച്ചൻ്റെ ജോലി. അത് ചെയ്യാനായിട്ട് പറ്റാതെ വന്ന സാഹചര്യത്തിൽ എൻ്റെ സഹോദരൻ 10 വയസ്സുള്ള എൻ്റെ സഹോദരൻ അപ്പച്ചൻ വെച്ച കോടാലി തോളിലെടുത്ത് വെച്ച് കുടുംബത്തെ പോകുവാൻ ഇറങ്ങുവാൻ ഇടയായി. ആ മകൻ 5ാം ക്ലാസ് വെച്ച് വിദ്യാഭ്യാസം നിർത്തേണ്ടി വന്നു. പക്ഷെ ഞങ്ങൾക്കും തുടർന്ന് 2 പേർക്കും മുന്നോട്ട് പോകണമെങ്കിൽ ഞങ്ങളും അധ്വാനിച്ചേ മതിയാകുള്ളായിരുന്നു. ഞങ്ങളുടെ അടുത്ത് കയർ ഫാക്ടറി പണിയുണ്ട്, ഞങ്ങൾ അവിടെ പോകും. അവിടെ പോയി പണിയെടുക്കും. വെക്കേഷൻ്റെ സമയത്തൊക്കെ ഞങ്ങൾ അവിടെ പണിയെടുക്കും. അതുകൂടാതെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്ത് തേങ്ങ വെട്ടുന്ന സ്ഥലമുണ്ട്, കൊപ്രാക്കളം എന്ന് പറയും. ഞങ്ങൾ ആ കൊപ്രാക്കളത്തിൽ പോകും. രാവിലെ ഈ ജോലി ചെയ്ത് അവർ തരുന്ന ഭക്ഷണവും കഴിച്ചിട്ട് പോകും. വൈകുന്നേരം വരുമ്പോൾ അവരുടെ വീടുകളിൽ ചെന്ന് വീണ്ടും പാത്രങ്ങളൊക്കെ തേച്ച് കഴുകി അവർ ഭക്ഷിച്ച് അവർ തിന്നതിൻ്റെ മാറ്റിവെക്കുന്ന ഭക്ഷണം ഞങ്ങൾക്കായിട്ട് വെച്ചേക്കും. ഞങ്ങളത് തിന്നിട്ട് വീണ്ടും ഞങ്ങൾ ആ 4 മണിക്ക് ശേഷം ഞങ്ങൾ വീണ്ടും കൊപ്രാക്കളത്തിൽ പോയി അവിടെ തേങ്ങ വെട്ടും ചിരട്ടയെന്നെടുക്കലും ഉണക്കലുമായിട്ട് ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോ രൂപ കിട്ടുന്നതനുസരിച്ച് സൂക്ഷിച്ച് വെച്ച് ബുക്ക് വാങ്ങിക്കുകയും പുസ്തകം വാങ്ങിക്കും. അങ്ങനെ തുടർന്ന് ഞങ്ങൾ പഠിച്ചത്. പക്ഷേ ഞങ്ങളുടെ സഹോദരൻ്റെ പഠിത്തം ഇതിൻ്റെ ഇടയിൽ വെച്ച് നിന്നു പോകുവാനിടയായി. ഞങ്ങളെ പഠിപ്പിക്കണമല്ലോ, ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നല്ലോ, അപ്പച്ചനെ അമ്മച്ചിയെ നോക്കണമല്ലോ. അത് സഹോദരൻ്റെ മേലായ ആ ഉത്തരവാദിത്വം ആ മകൻ ചെയ്യാൻ പറ്റുന്നത് പോലെ താൻ ആ ചെറിയ പ്രായത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതനുസരിച്ച് ആ മകൻ തൻ്റെ ജോലിയിലൂടെ കടന്നുപോയി ഞങ്ങളെ പോറ്റുമായിരുന്നു. എന്നാലും ഒത്തിരിയൊന്നും അന്നത്തെ കാലത്ത് ഈ 80-82 കാലയളവിലൊന്നും നമുക്കറിയാമല്ലോ. അന്ന് കിട്ടുന്ന സാമ്പത്തികം 3 അണ 5 അണ 25 പൈസ അങ്ങനെയുള്ള കാലയളവിലാണ് എൻ്റെ സഹോദരൻ പോയി അധ്വാനിക്കാനിടയായി. അതുപോലെ തന്നെ ഞങ്ങൾക്കും പഠിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ഞങ്ങൾ 2 പേരും ഇതുപോലെ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു. എന്നാലും ഞങ്ങളെപ്പോലുള്ള കുഞ്ഞുങ്ങൾ കളിക്കാൻ പോകുമ്പോൾ ഞങ്ങൾക്ക് കളിക്കാനുള്ള ഒരു അവസരം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അധ്വാനിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുള്ളൂ. ഭക്ഷിക്കാനാണെങ്കിലും പഠിക്കണമെങ്കിലും ഇതെല്ലാം ചെയ്യണമെങ്കിലും ഞങ്ങൾക്ക് അധ്വാനിക്കാൻ പോയാലേ പറ്റുള്ളൂ. പലപ്പോഴും വേദനയോടെ ഞങ്ങൾ നോക്കി നിന്നിട്ടുണ്ട്. ഞങ്ങളുടെ കൂട്ടുകാർ കളിക്കുന്നത് വേദനയോടെ കണ്ണുനീരോടെ പലപ്പോഴും നോക്കി നിൽക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടെങ്കിലും ഞങ്ങളുടെ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തുവാൻ ഇടയായില്ല. ആ മാതാപിതാക്കളുടെ അവസ്ഥകളെ മനസ്സിലാക്കി ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കാതെ പോകുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കളെ മനസ്സിലാക്കി അവരുടെ വേദനയെ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാം, അവരെ എങ്ങനെ ഞങ്ങൾക്ക് നോക്കാം എന്നുള്ള ആഗ്രഹത്തോട് ഞങ്ങൾ 3 പേരും ഞങ്ങൾ അധ്വാനിക്കാനിടയായി. അങ്ങനെ പഠിക്കുന്നതൊക്കെ ബുക്കൊക്കെ മേടിക്കുന്നത് വെക്കേഷൻ്റെ സമയത്ത് ഞങ്ങൾ പോയി ജോലി ചെയ്യും, കിട്ടുന്ന കാശ് കൂട്ടി വയ്ക്കും. സ്കൂൾ തുറക്കുമ്പോൾ ഞങ്ങൾക്ക് ബുക്ക് വാങ്ങിക്കും. ബാഗ് ഉണ്ടായിരുന്നില്ല അന്ന്, വലിയ ബുക്കൊക്കെ ഇങ്ങനെ കയ്യിൽ താങ്ങി പിടിച്ച് ഞങ്ങൾ പോകുന്ന അവസ്ഥ. അത് അങ്ങനെ 10ാം ക്ലാസ് വരെ പോകുവാനിടയായി. ഞങ്ങൾ 2 പെൺകുഞ്ഞുങ്ങൾ. പക്ഷേ ആങ്ങളുടെ വിദ്യാഭ്യാസം അവിടെ നിന്നു. ഞങ്ങൾ 2 പേരും 10ാം ക്ലാസ് വരെ പോയി.
ഞങ്ങളങ്ങനെ തുടർന്ന് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. എങ്കിലും എനിക്ക് +2 പ്രീ ഡിഗ്രി പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അത് സാധിച്ചില്ല. പിന്നെ ഒരു പ്രൈവറ്റ് ഒരു തയ്യൽ ടീച്ചറിൻ്റെ 2 വർഷത്തെ കോഴ്സ് പോയി. അതും ഇതുപോലെ തന്നെ അധ്വാനിച്ച് പഠിക്കാനിടയായി. അതിനുശേഷം മുന്നിൽ തുടർന്ന് പഠിക്കാൻ മാർഗമൊന്നുമില്ലാതെ ഞാൻ ആ പഠിത്തം അവിടെ വെച്ച് നിർത്തിയിട്ട് ഞാൻ എംബ്രോയ്ഡറി പഠിക്കാനിടയായി. ആ എംബ്രോയ്ഡറി പഠിച്ചിട്ട് ഞാൻ എറണാകുളത്തേക്ക് വരുവാനിടയായി. അങ്ങനെ എറണാകുളത്ത് ജോലിയോടുള്ള ബന്ധത്തിൽ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ വിവാഹാലോചന. അങ്ങനെ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ സഹോദരനെ പഠിക്കണമെന്നുള്ള വലിയ ആഗ്രഹമുണ്ടായി. പകൽ ജോലിക്ക് പോയിട്ട് രാത്രി അന്ന് നൈറ്റ് ക്ലാസ്സൊക്കെ ഉണ്ട്. എൻ്റെ സഹോദരൻ നൈറ്റ് ക്ലാസ്സിൽ 10ാം ക്ലാസ് പഠിച്ചു. ആദ്യത്തെ പ്രാവശ്യം തന്നെ നല്ല മാർക്കോടുകൂടി തന്നെ പാസ്സാകാൻ സഹോദരനെ ദൈവം സഹായിച്ചു. അതോടുകൂടി തന്നെ പുള്ളി ജോലിയോടുള്ള ബന്ധത്തിൽ തന്നെ നൈറ്റ് ക്ലാസ്സിൽ പ്രീ ഡിഗ്രിക്ക് പോകാനിടയായി. അങ്ങനെ പുള്ളിയുടെ ആഗ്രഹത്തിനനുസരിച്ച് സഹോദരൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് പഠിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. പക്ഷേ ഞങ്ങളുടെ വിദ്യാഭ്യാസം 10ാം ക്ലാസ്സും ഈ ചെറിയ ടെക്നിക്കലായിട്ടുള്ള പഠിത്തത്തോടു കൂടി ഞങ്ങളുടെ 2 പേരുടെയും വിദ്യാഭ്യാസം നിൽക്കുവാനിടയായി. അങ്ങനെ ഞങ്ങൾ ഞാനാണ് ആദ്യം എംബ്രോയ്ഡറി പഠിച്ച് എറണാകുളത്ത് പോകുവാനിടയായത്. ആലപ്പുഴയിൽ നിന്ന് ഞങ്ങൾ എറണാകുളത്തേക്ക് ട്രെയിൻ കയറി പോന്ന് അധ്വാനിച്ച് ഒരു യൂണിറ്റിലാണ്, ഒരു ടെക്സ്റ്റൈൽ യൂണിറ്റിലാണ് ഞാൻ വർക്ക് ചെയ്യുവാനിടയായത്. അവിടെ എംബ്രോയ്ഡറി വർക്കായിട്ട് ഞാൻ കയറുവാനിടയായി. രാവിലെ ഒരു 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും. ഞങ്ങൾ ജോലി സ്ഥലത്ത് വന്ന് തിരിച്ചു പോരുമ്പോൾ ഞാൻ ഒരു കെട്ട് രാത്രിയിലേക്കുള്ള എന്ന് വെച്ചാൽ പിന്നെയും വന്നിരുന്ന് നൈറ്റിൽ ചെയ്യാൻ വേണ്ടി അവിടുന്ന് തന്നെ തുണി പീസുകൾ എടുത്തുകൊണ്ട് പോകുന്നു. രാത്രി 12 മണി 1 മണി വരെ ഞാൻ വീട്ടിലിരുന്ന് ചെയ്യുവാനിടയായി. അങ്ങനെ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ വിവാഹാലോചന വരുവാനിടയായി. അന്ന് മാതാപിതാക്കൾക്ക് കഴിവില്ലായിരുന്നു. എൻ്റെ സഹോദരൻ ഇതിൻ്റെ ഇടയിൽ പുള്ളി ഗൾഫിലേക്ക് പോകുവാനിടയായി. കെട്ടും പണിക്ക് വേണ്ടി പുള്ളി ഗൾഫിലേക്ക് പോകുവാനിടയായി. അങ്ങനെ പുള്ളി പോയി ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഞാനും ജോലി ചെയ്തുകൊണ്ടിരുന്നു. എൻ്റെ മാതാപിതാക്കൾ അപ്പോഴും പ്രായമായത് കാരണം രോഗാവസ്ഥയിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, വീട്ടിൽ വരും, അവരെ ശുശ്രൂഷിക്കുക, അവരുടെ കാര്യങ്ങൾ നോക്കണം. സഹോദരൻ പോയപ്പോൾ കടബാധ്യതകളുണ്ട്, ഇതൊക്കെ വീട്ടണം. സഹോദരൻ പോയിട്ട് 4 മാസം കഴിഞ്ഞാണ് ഞങ്ങൾക്ക് തുച്ഛമായ പൈസയാണെങ്കിൽ അയച്ചത്. അത് കുറച്ച് കടങ്ങളുണ്ടായിരുന്നു കാരണം അപ്പോഴതൊക്കെ വീട്ടേണ്ടി വന്നു. എന്നാൽ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരുന്നത് കാരണം എൻ്റെ കുടുംബത്തെ പോറ്റുവാൻ അപ്പച്ചനും അമ്മച്ചനെ നോക്കുവാനൊക്കെ ദൈവം സഹായിച്ചു. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് പ്രിയ കർത്തദാസൻ്റെ വിവാഹാലോചന വരുവാനിടയായി. പക്ഷേ ആ വിവാഹം കഴിക്കുവാനും ഞാൻ ഒരുക്കമല്ലായിരുന്നു. ഞാൻ അത് ആഗ്രഹിച്ചില്ല. ഞാൻ വിവാഹം കഴിക്കാതെ ഇങ്ങനെ നിൽക്കണമെന്ന് ആഗ്രഹിച്ചു. ഇതിൻ്റെ ഇടയിൽ 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു ധ്യാനം കൂടുവാനിടയായി. അന്ന് ശരിക്കും സൺഡേ സ്കൂളിലോ പള്ളിയിലോ പോയപ്പോൾ യഥാർത്ഥമായിട്ട് ബൈബിൾ വായിക്കുകയോ ദൈവത്തെ അറിയുകയോ ഒന്നും ചെയ്തില്ല. പക്ഷേ 10ാം ക്ലാസ് ആയപ്പോൾ ഞങ്ങളുടെ അടുത്തൊരു പള്ളിയിൽ ധ്യാനം കൂടുവാനിടയായി. അങ്ങനെ ധ്യാനത്തിന് പോയി. അവിടെ വെച്ച് ദൈവത്തെ അറിയുവാൻ കുറേ കരഞ്ഞ് പ്രാർത്ഥിപ്പാനിടയായി. അന്ന് തന്നെ എനിക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാനിടയായി എന്ന് വേണം പറയാൻ. ഞാനന്ന് എൻ്റെ അതുവരെയുള്ള ജീവിതത്തിൽ ഞാൻ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഞാൻ ദൈവത്തെ അറിയുവാനിടയായി. അന്ന് മുതലൊരു പ്രാർത്ഥനാ ജീവിതം എനിക്കുണ്ടാകും ായി. അതിനു മുന്നേ എൻ്റെ അപ്പച്ചൻ്റെ പെങ്ങളുടെ മോള് ഇങ്ങനെ വേറിട്ട് ഒരു പായലിരുന്ന് പ്രാർത്ഥിക്കുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ വരുമ്പോൾ പലപ്പോഴും ചേച്ചി ഇങ്ങനെ വേറിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു രീതി എനിക്ക് കാണുവാനിടയായിട്ടുണ്ട്. അതെന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേ ചേച്ചി ഇങ്ങനെ വേറെ പായിലിരുന്ന് തന്നെ ഇരുന്ന് ആരുമില്ല ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച് പാർമാക്കി ഞാൻ കാണുമായിരുന്നു. അതെന്നെ വല്ലാതെ സ്പർശിക്കാനിടയായി. അപ്പോൾ ഇതുപോലെ ഞാൻ ധ്യാനത്തിന് പോയി ദൈവത്തെ അറിഞ്ഞു. അന്ന് അറിഞ്ഞ വിശ്വാസത്തിൽ ഞാൻ വിശ്വസ്തയോടെ മുന്നേറുവാൻ ഞാൻ ആഗ്രഹിച്ചു. അതുപോലെ ഞാനും വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ജീവിതം ദൈവം എനിക്ക് തരുവാനിടയായി. അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. കരസ്മാറ്റിക് മീറ്റിങ്ങുകളൊക്കെ എവിടെയുണ്ടെങ്കിലും ഞാൻ പോകുമായിരുന്നു. എവിടെ പ്രയർ ഉണ്ടെന്ന് പറഞ്ഞാലും പലപ്പോഴും ജോലിക്ക് പോയിട്ട് വീട്ടിൽ വരുമ്പോൾ 8:30 9 മണിയൊക്കെ ആകും, 8:30 ആകും പലപ്പോഴും വീട്ടിലെത്തുമ്പം. അപ്പോൾ പ്രയർ ഉണ്ടെന്ന് പറയണേ വെള്ളം പോലും കുടിക്കാതെ ബാഗ് അവിടെ ഇട്ടേച്ച് ഓടി പ്രയറുള്ള വീട്ടിലേക്ക് ഞാൻ ഓടി പോകുമായിരുന്നു. അങ്ങനെ ഒരു പ്രാർത്ഥനാ ജീവിതം എന്നിലുണ്ടായിരുന്നു.
ആ ജീവിതത്തിനിടയിൽ എനിക്കൊരു ഒരു ഒരു സുഹൃത്തിനെ എനിക്ക് ദൈവം തരുവാനിടയായി. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ബുക്കില്ല, ഭക്ഷണമില്ലാതെ ഞാനിങ്ങനെ നിൽക്കുന്നു. ടീച്ചർ എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തുമ്പോൾ എൻ്റെ സുഹൃത്ത് പലപ്പോഴും അവളുടെ ഭക്ഷണം എനിക്ക് തരാനും അവളുടെ ബുക്ക് എനിക്ക് തന്നിട്ട് അവൾ എനിക്ക് വേണ്ടി തല്ലി മേടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ എന്നെ വല്ലാതെ ആകർഷിച്ചു. ഇതിൻ്റെ ഇടയിൽ 10ാം ക്ലാസ് ആയപ്പോഴെനിക്ക് TBയുടെ അസുഖമുണ്ടായി. ഞാൻ വീട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥയായിരുന്നു. TBയുടെ അസുഖം വന്നിട്ട് TBയുടെ അസുഖം വരുമ്പോൾ നമുക്കറിയാമല്ലോ, പഴയ കാലങ്ങളിൽ അവർ നമ്മളോട് കൂടി കിടക്കില്ല. മാതാപിതാക്കളാണെങ്കിൽ കൂടി നമ്മുടെ കൂടെ ഇരിക്കില്ല, നമ്മുടെ കൂടെ കിടക്കില്ല, നമ്മളുടെ കൂടെ ഭക്ഷിക്കത്തില്ല, നമ്മളത് നിന്ന് പാത്രത്തിൽ അവർ കഴിക്കത്തില്ല. അങ്ങനെ വേറിട്ടൊരു അനുഭവം എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നൊരവസ്ഥ എൻ്റെ ജീവിതത്തിലുണ്ടായി. അപ്പോൾ ഞാൻ വല്ലാതെ ഭാരപ്പെട്ടു. എൻ്റെ അമ്മ എൻ്റെ കൂടെ വരില്ല, എൻ്റെ സഹോദരങ്ങളെ അടുപ്പിക്കില്ല. ഞാനങ്ങനെ രോഗത്താൽ എന്ന് വെച്ചാൽ ഭക്ഷണമില്ല, അധ്വാനം കൂടുതൽ. കാരണം എനിക്ക് വല്ലാത്ത രോഗത്തിൻ്റെ അവസ്ഥയിലായി. 10ാം ക്ലാസ്സിൽ ആദ്യം പരീക്ഷ എഴുതിയപ്പോൾ ഞാൻ തോറ്റുപോകാനിടയായി. എന്ന് വെച്ചാൽ ഈ രോഗത്തിൻ്റെ മുഖത്തിന് എക്സ്റേ എടുക്കാനിടയായപ്പോൾ ലെൻസിന് ഹോളാണ്, വലിയൊരു ഹോളാണ്. അതെനിക്ക് അന്നറിയത്തില്ലായിരുന്നു. ഞാനതിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു വട്ടത്തിലെ പാട് കാണാം. അപ്പോൾ ഡോക്ടർ എനിക്ക് മെഡിസിൻ തന്നു. 90 ദിവസം ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നു. ആ സാഹചര്യങ്ങളിലൊക്കെ ഈ കൂട്ടുകാരത്തി എൻ്റെ കൂടെ വന്ന് എൻ്റെ മുറിയിൽ എന്നോടൊപ്പം, പഴയ ഒരു ഓലപ്പെരയാണ്, ഒരു മുറിയേ ഉള്ളൂ, ഒരു മൂലക്കാണ് എന്നെ കിടത്തിയിരിക്കുന്നത്. ആ മൂലക്ക് എന്നോടുകൂടി എൻ്റെ പായയിൽ വന്ന് ആ കൂട്ടുകാരി എന്നോടൊപ്പം ഇരിക്കാൻ തുടങ്ങി, എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. എൻ്റെ മാതാപിതാക്കളും എൻ്റെ സഹോദരങ്ങളും മാറി നിൽക്കുമ്പോഴും ആ സുഹൃത്ത് എന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര ഭാരം അനുഭവിച്ച സമയത്ത് ഞാൻ അവളുടെ സ്നേഹത്തെ എനിക്ക് ഭയങ്കര ആശ്വാസമായിട്ട് തോന്നി. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചു, ഒന്നിച്ച് വളർന്നു. ഞങ്ങൾ ഒന്നിച്ച് 10ാം ക്ലാസ് വരെ പഠിക്കാനിടയായി. ആ സുഹൃത്ത്, ഞാൻ 10ാം ക്ലാസ്സിൽ തോറ്റുപോയി, അവൾ ജയിച്ചു, അവൾ നേഴ്സിങ്ങിന് പോയി, അവൾ ജോലിക്ക് പോകുവാനിടയായി. അങ്ങനെ ആ കൂട്ട് അങ്ങനെ തീരുവാനിടയായി. പക്ഷേ തുടർന്നും എൻ്റെ ജീവിതത്തിൽ കഷ്ടങ്ങളുടെ മധ്യത്തിൽ തന്നെയായിരുന്നു ഞാൻ. ഭയങ്കര പ്രയാസവും നിരാശയും വേദനകളും രോഗങ്ങളാലൊക്കെ വല്ലാതെ ഭാരപ്പെട്ടു പോയി. അന്ന് ദൈവത്തെ കുറ്റമൊന്നും പറഞ്ഞില്ല, അറിയില്ല, ഇത് നമ്മൾ അനുഭവിച്ചാലല്ലേ മതിയാകത്തുള്ളൂ. അങ്ങനെ എൻ്റെ ജീവിതം കടന്നു പോകുമ്പോഴാണ് ഈ കർത്തൃദാസൻ്റെ ആലോചന. അന്ന് കർത്തൃദാസനൊന്നുമല്ല, ഈ കുഞ്ഞേട്ടൻ്റെ ആലോചന വരുവാനിടയായി. അപ്പം ഞാൻ പറയുവാനിടയായി എനിക്ക് കല്യാണം വേണ്ട. അന്ന് തന്നെ ഞാൻ അധ്വാനിച്ച് കുറച്ച് സമ്പാദ്യം കൂട്ടി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് സഹോദരനും ജോലിക്ക് പോയിട്ട് ഗൾഫിൽ നിന്ന് വരുവാനിടയായി എൻ്റെ കല്യാണം ആലോചിക്കാം. പക്ഷേ എനിക്ക് കല്യാണം ഒരിക്കലും ഇഷ്ടമല്ലായിരുന്നു. ഞാനിതിനെ ശക്തമായിട്ട് എതിർത്തു. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിത പങ്കാളിയുടെ വീടിനടുത്ത് തന്നെയുള്ള ഒരു പയ്യൻ എൻ്റെ കൂടെ ജോലിക്കുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ സഹോദര, ഇങ്ങനെ ഒരു കല്യാണം നിങ്ങളുടെ വീടിനടുത്തുനിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സഹോദരൻ അത് അന്വേഷിക്കാനും എന്നോട് പറയുവാനിടയായി. നിൻ്റെ അപ്പച്ചനോടും അമ്മച്ചനോടും പറയുക, ആ വീട്ടിൽ കല്യാണം കഴിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് നിന്നെ കടലിൽ കണ്ട കെട്ടിത്താത്താൻ പറയും, അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയും. ഞാൻ അന്വേഷിച്ചു എന്തുകൊണ്ട് അങ്ങനെ പറയാനിടയായി. ഞാൻ അന്വേഷിച്ചപ്പോൾ ഇവിടുത്തെ അപ്പച്ചൻ ഭയങ്കര മദ്യപാനിയാണ്. രാവിലെ കള്ളുഷാപ്പിൽ പോകുന്നൊരപ്പൻ, ജോലിക്ക് പോവില്ല, രാവിലെ തന്നെ കള്ളുഷാപ്പിൽ പോകും, വൈകുന്നേരം ആകുമ്പോൾ കള്ളുഷാപ്പിൽ നിന്ന് പാട്ടും പാടി വരുന്നൊരപ്പൻ. എൻ്റെ ഭർത്താവിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് പാർട്ടി പ്രവർത്തനമാണ്, ജോലിയില്ല, മദ്യപാനമാണ്. ഇതാണ് എനിക്ക് കിട്ടിയ റിസൾട്ട്. അപ്പം ഞാൻ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞു, എനിക്ക് ഈ കല്യാണം വേണ്ട, ഞാൻ നിങ്ങളോട് കൂടെ നിന്ന് നിങ്ങളെ ശുശ്രൂഷിച്ച് ഞാൻ നിന്നോളാം. പക്ഷേ എൻ്റെ പിതാവ് ഇവിടെ വന്ന് കണ്ടപ്പോൾ എൻ്റെ പിതാവ് ഈ ചുറ്റുവട്ടവും പരിസരങ്ങളൊക്കെ ഇവിടുത്തെ ഭർത്താവിൻ്റെ പിതാവ് കാണിച്ചപ്പോൾ പിതാവിനെ എന്നെ ഈ വീട്ടിൽ തന്നെ വിവാഹം കഴിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ ഞാൻ പറയട്ടെ, അന്ന് എനിക്ക് ഉപവാസമൊന്നും അറിയില്ല, എങ്കിലും ഞാൻ 7 ദിവസം പട്ടിണി കിടന്നു ഈ വിവാഹം നടക്കാതിരിക്കാൻ. ഞാൻ ഒത്തിരി എൻ്റെ സുഹൃത്തുക്കളെയൊക്കെ പറഞ്ഞു വിട്ട് എനിക്ക് വിവാഹം വേണ്ട, എൻ്റെ വീട്ടിൽ പറയുവാൻ എൻ്റെ മാതാപിതാക്കളെ അനുസരിക്കുക മാത്രമേ എനിക്കറിയാമായിരുന്നുള്ളൂ, എതിർക്കാൻ എനിക്കറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ എന്നേക്കാളും ഒരല്പം പൊക്കം കുറവ്, എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. പിന്നെ ജോലിയില്ല, മദ്യപാനി. എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ പിതാവും എൻ്റെ സഹോദരനും മദ്യപിക്കത്തില്ല. ഞങ്ങളുടെ വീട്ടിൽ ദാരിദ്ര്യമായിരുന്നെങ്കിലും അതൊരു സ്വർഗമായിരുന്നു. വഴക്കില്ല. ഞങ്ങൾ ഉള്ളത് കൊണ്ട് സന്തോഷത്തോടും ഐക്യത്തോടും കൂടി കഴിഞ്ഞു പോകുന്ന ഒരു ഭവനത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുവാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഞാനിങ്ങനെ ഈ വിവാഹം മുടക്കാൻ പലവരെയും പറഞ്ഞു വിട്ടു. പക്ഷേ ദൈവം മുന്നമേ കണ്ടിരുന്നു.
ദൈവം ഈ സഹോദരനെയും എന്നെയും ഒന്നിപ്പിക്കണമെന്നും ഞങ്ങളെ ഒന്നിച്ച് ജീവിക്കണമെന്നും ദൈവത്തെ അറിയണമെന്നും ഒക്കെ ദൈവത്തിന് നേരത്തെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവായിരുന്നപ്പോൾ ഇരിക്കുന്നതിന് മുന്നമേ ഞാൻ എന്താകണം, ഞാൻ എങ്ങനെയൊക്കെ ആകണം എന്ന് ദൈവം എന്നെയും ഈ എൻ്റെ ജീവിത പങ്കാളിയെയും കണ്ടിരുന്നു എന്നുള്ളതാണ് യഥാർത്ഥമായൊരു സത്യം. നമ്മൾ എത്ര വേണ്ടെന്ന് പറഞ്ഞാലും, നമ്മളുടെ എത്ര മാറ്റി നിർത്താൻ ശ്രമിച്ചാലും ദൈവം, മനുഷ്യൻ പല കാര്യം ഭാവന ചെയ്യും അല്ലേ. അന്തിമ തീരുമാനം ദൈവത്തിൻ്റെതാണ്. ആ ദൈവത്തിൻ്റെ തീരുമാനമായിരുന്നു ഞങ്ങൾ ഒന്ന് ചേരണമെന്നും ഞങ്ങൾ ഒന്നിച്ച് വിവാഹ ജീവിതത്തിലേക്ക് കടക്കണമെന്നും. പ്രിയരെ, ഞാൻ പറയട്ടെ, എൻ്റെ ഈ കല്യാണം ആലോചിച്ച് മനസ്സമ്മതത്തിൻ്റെ അന്ന് ഞാൻ എൻ്റെ സഹോദരൻ വന്നു കല്യാണം നടത്താൻ വേണ്ടി ഒരുക്കമായി. ഞാൻ അച്ഛനോട് എൻ്റെ സഹോദരൻ അച്ചാച്ച എന്നാണ് വിളിക്കുന്നത്. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ചാച്ച എനിക്ക് ഈ കല്യാണം വേണ്ട. അച്ഛൻ പറഞ്ഞ അപ്പം കൊടുത്ത് വാക്കാണ്, ഇത് മാറാൻ പറ്റില്ല. നമ്മൾ മാതാപിതാക്കളെ അനുസരിച്ച് ശീലമുള്ള, എതിർത്ത് ശീലമില്ല. അപ്പൻ അതേ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, അതിന് മാറ്റമില്ല. നീ ദൈവത്തോട് നീ പ്രാർത്ഥിക്കുന്നവളല്ലേ എന്ന് പറഞ്ഞു. പക്ഷേ എന്നെ വല്ലാതെ ഞാനൊരു മാനസിക ഡിപ്രഷനിലേക്ക് പോകുന്നൊരവസ്ഥയായി. മനസ്സമ്മതം കഴിഞ്ഞ് ഈ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുന്നമേ ഞാൻ ബോധമില്ലാതെ അവിടെ വീഴുവാനും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുവാനും ഇടയായി. അവിടെ ചെന്നപ്പോൾ ഞാനൊരു മെൻ്റൽ ഡിപ്രഷൻ്റെ അവസ്ഥയായി. എനിക്ക് ഈ കല്യാണം വേണ്ട 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 വേണ്ട, ഒരു ബോധവുമില്ലാത്ത അവസ്ഥയിൽ ഞാൻ ഇത് തന്നെ കിടന്ന് പറയുന്നു. പക്ഷേ വീട്ടുകാരെന്നെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അതോടുകൂടി പനിയായി, അത് ന്യൂമോണിയായി. അങ്ങനെ വളരെ ഈ മുൻപൊരു ഇതുണ്ടല്ലോ, 3 ആഴ്ച മനസ്സമ്മതം കഴിഞ്ഞ് 3 ആഴ്ച കഴിഞ്ഞ് വിളിച്ചു ചൊല്ലിയാൽ മാത്രമേ കല്യാണം നടക്കുകയുള്ളൂ. അന്നത്തെ രീതി അങ്ങനെ. ഈ 3 ആഴ്ച എന്ന് വെച്ചാൽ 21 ദിവസവും ഞാൻ ഹോസ്പിറ്റലിലാണ്. എൻ്റെ ഞായറാഴ്ച കല്യാണമാണ്. എന്നെ അവർ ഹോസ്പിറ്റലിൽ നിന്ന് ചോദിച്ച് ഡിസ്ചാർജ് ചെയ്തു, എഴുതി കൊടുത്ത് ഡിസ്ചാർജ് ചെയ്തു. എന്നെ വെള്ളിയാഴ്ച വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഒരു ബോധമില്ല, ഒരു റിലേ ഇല്ല എനിക്ക്. എന്നെ ആ അവസ്ഥയിലാണ് എന്നെ വീട്ടിലേക്ക് ഇവർ കല്യാണത്തിന് വേണ്ടി കൊണ്ടുപോരുന്നത്. ഇവരെന്നെ ഹോസ്പിറ്റലാക്കിയിട്ട് എനിക്ക് വസ്ത്രം എടുക്കുന്നു, ഇവരോട് പറഞ്ഞിരിക്കുന്ന സ്വർണം എടുക്കുന്നു. ഇതെല്ലാം ഇവർ ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ മാനസിക മെൻ്റൽ ഡിപ്രഷനിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ശ്വാസമുട്ടലെന്നൊരു അസുഖം ഭയങ്കരമായിട്ട് കൂടി. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ പുള്ളിയെ വിളിച്ചിട്ടും ഞാൻ എൻ്റെ മാതാപിതാക്കൾ അറിയാതെ, അന്ന് എൻ്റെ സഹോദരിയുണ്ട്, എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടുണ്ട് എറണാകുളത്ത് ജോലിക്ക് പോകുന്ന സമയത്ത്. അപ്പോഴിവരെ ചെയ്ത് ഞാൻ പറഞ്ഞു, ഈ പുള്ളിക്ക് എന്നെ മനസ്സിലാകാഞ്ഞിട്ട് ഞാൻ വിളിച്ചിട്ട് എനിക്ക് കാണണമെന്ന് പറഞ്ഞു. ഈ സഹോദരൻ റെയിൽവേ സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു. അങ്ങനെ തുറവൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് ശ്വാസമുട്ടലുണ്ട്, ഞാനൊരു രോഗാവസ്ഥയിലാണ്, എനിക്ക് എൻ്റെ വീട്ടിൽ പറയാൻ പറ്റില്ല, ഇഷ്ടമില്ല എന്ന്. അപ്പോൾ നിങ്ങൾ തന്നെ പിന്മാറിപ്പോകണമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ അടുക്കൽ വന്നിട്ടാണ് രോഗം വരുന്നതെങ്കിൽ ഞാൻ സഹിച്ചാലല്ലേ പറ്റത്തുള്ളൂ. പൊക്കം അതെനിക്കൊരു പ്രശ്നമല്ല, പക്ഷേ രോഗം അതെൻ്റെ അടുക്കൽ വന്നാണേലും രോഗം വന്നാലും ഞാൻ സഹിച്ചാലല്ലേ പറ്റത്തുള്ളൂ. എനിക്ക് ഇയാളെ ഇഷ്ടമാണ്, ഞാൻ ഇതിൽ നിന്ന് പിന്മാറില്ല എന്ന് പറയുവാനിടയായി. അപ്പോഴും ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി അവിടെ കാണണമേ. ഞാനത് വേണ്ടെന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഒഴിയാൻ ശ്രമിച്ചപ്പോഴും ദൈവം മുന്നമേ കണ്ടിരുന്നു ഞങ്ങൾ ഒന്നിച്ച് ചേരണമെന്ന്. അതും നടന്നില്ല. അതും നടക്കാതെ വിവാഹം നടക്കുവാനിടയായി. പ്രിയരെ, ഞാൻ അങ്ങനെ ഇവിടെ വരുവാനിടയായി. എന്നെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. ഞാൻ വൈകുന്നേരം വരെ, ഒരു 11 മണി രാത്രി വരെ ഞാൻ പുറത്തിരിക്കുവാണ്, മുറ്റത്തിരിക്കുവാണ്. എന്നെ ഒന്ന് അകത്തേക്ക് കൊണ്ടുപോകാൻ എന്നോട് സംസാരിക്കണം. എന്നാൽ അപ്പച്ചൻ, മദ്യപിച്ച് അമ്മച്ചി എല്ലാവരും ഉണ്ട്, അവരുടേതായ കാര്യങ്ങൾ. ഞാൻ വാതിക്കൽ ഇങ്ങനെ ഇരിക്കുവാണ്. ഞാൻ ഏതോ ഒരാൾ വാതിക്കൽ, ഏതോ ഒരു വീടിൻ്റെ വാതിക്കൽ ഞാൻ ഇരിക്കുന്ന ഒരവസ്ഥയായിരുന്നു എനിക്ക്. എനിക്ക് ഒന്നാമത്തെ ഡിപ്രഷനുണ്ട്. അതിൻ്റെ ഗുളികകളൊക്കെ കരുതിയാണ് ഞാൻ പോന്നിരിക്കുന്നത്. ചുമയുടെ മരുന്നുണ്ട്. ഇതെല്ലാം എൻ്റെ വീട്ടുകാർ കരുതി എനിക്ക് തന്നിട്ട് ഒരുപാട് ഉപദേശിച്ച് എൻ്റെ മാതാപിതാക്കൾ ഒത്തിരി കരഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. പക്ഷേ ഇവിടെ വന്ന് കയറി അന്ന് രാത്രി 11 മണിക്ക് ശേഷം എൻ്റെ ചേട്ടൻ്റെ ഭാര്യ എന്നെ പിടിച്ച് അകത്ത് കൊണ്ടുവരുവാനിടയായി. കയറി അകത്തെ നിങ്ങളുടെ മുറിയിലേക്ക് പോകുമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ മുറിയിൽ കയറി ചെന്നപ്പോൾ എനിക്ക് ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നി. അപ്പം ഞാൻ ജീവിത പങ്കാളിയോട് പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എടുത്ത വായിക്കും എന്നോട് പറഞ്ഞതാണ്, എനിക്ക് ദൈവമില്ല, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, അങ്ങനെ ദൈവമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. എന്നിട്ട് അന്ന് പാർട്ടി പ്രവർത്തകനാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുറേ ബുക്സ് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഇവിടെ പ്രാർത്ഥിക്കാൻ പറ്റില്ല, ഇതാണ് എൻ്റെ ദൈവം എന്നും പറഞ്ഞ് എൻ്റെ കരങ്ങളിൽ തരുവാനിടയായി. അപ്പോഴും ഞാൻ തകർന്ന് പോയ ഒരവസ്ഥയാണ്. എനിക്ക് ദൈവമില്ല, പ്രാർത്ഥിക്കേണ്ട എന്ന് പറയുവാനിടയായി. അപ്പം മുതൽ ഞാൻ വീണ്ടും ഭാരത്തിലും പ്രയാസത്തിലേക്കും പോകുവാനിടയായി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അങ്ങനെ ദിവസങ്ങളിങ്ങനെ കടന്നുപോയി. എന്നാലും ഇവിടുത്തെ അപ്പച്ചൻ ഭയങ്കര മദ്യപാനിയായിരുന്നു. വീട് സ്ഥലവും പണയപ്പെടുത്തി, വീട്ടിലുള്ള സാധനങ്ങൾ നഷ്ടപ്പെടുത്തി, വീടൊക്കെ പണയപ്പെടുത്തി കുടിച്ച് പുള്ളി പണയപ്പെടുത്തിയാണ് മരിക്കാനിടയായതെങ്കിൽ
കൂടിയും പുള്ളി ഒരു ദൈവഭക്തനായിരുന്നു. മദ്യപിക്കാൻ പോകുമ്പോഴും രൂപത്തിൻ്റെ മുന്നിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും, ഞാൻ പോവുകയാണ്, എനിക്ക് വേണ്ടതൊക്കെ തക്ക സമയത്ത് തന്നോണം. എന്നിട്ട് പ്രാർത്ഥിക്കും. എത്ര മൂക്കറ്റം മദ്യപിച്ചാലും വന്ന് 8 മണിയെന്നൊരു സമയമുണ്ടെങ്കിൽ വീട്ടിൽ പ്രാർത്ഥന ചൊല്ലിയിരിക്കണം. അത് പുള്ളിയുടെ നിർബന്ധമാണ്. 8 മണിക്ക് മുറി അടിച്ച് പായിട്ട് അപ്പച്ചൻ സ്റ്റൂളും അല്ലെ ബൈബിളും എടുത്തു വെച്ച് അപ്പച്ചനിരിക്കും. കൂടെ ഞാനും അമ്മയും കൂടെ പ്രാർത്ഥിക്കാനിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അന്ന് എൻ്റെ രണ്ടാമത്തെ ചേട്ടൻ കുടുംബത്തുണ്ട്. അവർ മാറി താമസിച്ചിട്ടില്ല. മൂത്ത ചേട്ടൻ മാത്രമേ ഉള്ളൂ. ഭർത്താവിനെ കൂടാതെ 3 സഹോദരങ്ങളുണ്ട്. അവർ മൊത്തം 4 മക്കളാണ്. അപ്പനും അമ്മയ്ക്കും 2 ചേട്ടനും ഒരു ചേച്ചിയും എൻ്റെ ഭർത്താവ് ഇളയ ഒരു മകനുമാണ്. അങ്ങനെയാണ് ഈ വീട്ടിൽ. അന്ന് രണ്ടാമത്തെ ചേട്ടൻ മാറി താമസിച്ചിട്ടില്ല. മൂത്ത ചേട്ടൻ മാത്രമേ മാറി താമസിച്ചിട്ടുള്ളൂ. രണ്ടാമത്തെ ചേട്ടനും ചേട്ടത്തിയും കുഞ്ഞുമൊക്കെ ഞങ്ങളുടെ കൂടെയുണ്ട്. അപ്പം ഞങ്ങൾ 4 പേരും കൂടി, ഞങ്ങൾ 3 പേരും, ചേട്ടനില്ലേലും ചേച്ചി, ഞങ്ങൾ 3 പേരും അപ്പച്ചനുമായിട്ട് പായിട്ട് എപ്പോഴും പ്രാർത്ഥിക്കാനിരിക്കും. അത് നിർബന്ധമാണ്. പിന്നെ ബൈബിള് അത് അപ്പച്ചനുള്ളതാണ്. അത് വേറെ ആർക്കും വായിക്കാൻ പറ്റത്തില്ല. വെള്ളം ഇങ്ങനെ മൂക്കേന്ന് വെള്ളം പിഴിഞ്ഞെടുക്കാമെങ്കിൽ കൂടിയും 8 മണിയെന്നൊരു സമയമുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ മുട്ടുമേ നിൽക്കാനും അതുപോലെ ബൈബിള് വായിക്കാനും. അന്ന് ഞാൻ വരുമ്പോൾ ശരിക്കും അപ്പച്ചന് ഒരു 60 വയസ്സുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. 60 അല്ല, ഒരു 50 വയസ്സുണ്ട് അപ്പച്ചന്. പക്ഷെ മരിക്കുമ്പോൾ ഒരു 70-75 വയസ്സുണ്ട്. ആ സമയത്ത് അപ്പച്ചൻ ബൈബിള് വായിക്കാനായിട്ട് ബൈബിള് തുറന്നു വെച്ച് എത്ര ബോധമില്ലാത്ത അവസ്ഥയാണെങ്കിലും എല്ലാ ദിവസവും ഒരു അധ്യായം വായിക്കും. അത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ, ഉൽപ്പത്തി 1 അധ്യായം മുതൽ അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഓരോ ദിവസവും വായിക്കും. ഒരു ദിവസം 1 അധ്യായം, പിറ്റേ ദിവസം 2 അധ്യായം, അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ബൈബിള് വായിക്കുന്ന ഒരു ശീലാപിതാവിനുണ്ടായിരുന്നു. മദ്യപിക്കാൻ പോകുമ്പോഴും വേറെ എവിടെ പോകുമ്പോഴും പള്ളിയിലൊന്നും പോകത്തില്ല. എന്നാലും ആ രൂപത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് താൻ അറിയുന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടേ മദ്യപിക്കാൻ പോകുള്ളൂ. രാവിലെ മദ്യപിക്കാൻ പോകണേ വൈകിട്ട് പാട്ടും പാടിയേ വരുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ അലമ്പും ബഹളവും തല്ലും. അമ്മയ്ക്കും മക്കളൊക്കെ പലപ്പോഴും ഈ അയൽവാസികളൊക്കെ പറഞ്ഞ് ഞാൻ കേൾക്കുവാനിടയായിട്ടുണ്ട്. അപ്പം വരുന്നുവെന്ന് കേൾക്കുമ്പോൾ അടുത്ത വീട്ടിലെ അന്നത്തെ മടൽ തല്ലുന്ന ഇതുണ്ട്, അവർ ആ ചകിരിപ്പോളയുടെയും ചകിരിയുടെ ഇടയിൽ പാത്തിരിക്കുന്ന ഒരവസ്ഥ ഇവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അപ്പച്ചൻ മദ്യപിക്കുമെങ്കിലും അപ്പച്ചൻ ഒരു ക്രൂവൽ മൈൻഡായിരുന്നു അപ്പച്ചൻ്റെ മൈൻഡ്. മക്കളെയോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും സ്നേഹമില്ലാത്ത ഒരു പിതാവായിരുന്നു അപ്പച്ചൻ. അപ്പൻ്റെ സ്വരം കേൾക്കുമ്പോൾ ഇവർ ഏതെങ്കിലുമൊക്കെ വീടുകളിൽ പോയി ഒളിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഇവരുടെ ജീവിതത്തിൽ. അപ്പോൾ ഒരു ദിവസം ഇതുപോലെ ഞാൻ എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്, ഇതുപോലെ മദ്യപിച്ച് വന്നിട്ട് പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ ഒരു ദിവസം എൻ്റെ ഭർത്താവ് ചെന്നിട്ട് ആ ബൈബിള് മേടിച്ച് കീറിക്കളയുവാനിടയായി. നിരീശ്വരവാദിയായ എൻ്റെ ഭർത്താവ്, കുടുംബത്തിൽ സമാധാനം തരാത്ത അപ്പൻ, നിങ്ങൾ എന്തിനും ബൈബിള് വായിക്കണം, പ്രാർത്ഥിക്കണം എന്നും പറഞ്ഞുകൊണ്ട് അപ്പനോടൊക്കെ ബൈബിള് മേടിച്ച് കീറിക്കളയുവാൻ ഇടയായി. പ്രിയരെ, ഇന്ന് ആ ബൈബിള് ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഞാൻ ഓർക്കും, ദൈവം എത്ര വലിയവനെന്ന് ഞാൻ പലപ്പോഴും ഓർത്ത് സ്തോത്രം ചെയ്യാറുണ്ട്. ആ പിതാവ് ഞങ്ങളുടെ കൂടെ, ആ പിതാവ് ചേട്ടനൊക്കെ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ അവർ മാറി. പിതാവ് ഞങ്ങളുടെ കൂടെ ഞാൻ വന്നതിന് ശേഷം 13ാമത്തെ വർഷമാണ് അപ്പച്ചൻ മരിക്കുന്നത്. ഈ 13 വർഷം ഈ പിതാവ് ഈ കുടുംബത്താലങ്കോലും പലപ്പോഴും കഥകൊക്കെ ചവിട്ടിപ്പൊളിച്ച് തല്ലുണ്ടാക്കി, പലപ്പോഴും ഭയങ്കര സമാധാനം എന്തെന്ന് ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് അറിഞ്ഞിട്ടില്ലായിരുന്നു. ഈ ദൈവത്തെ അറിയുന്നത് വരെ സമാധാനം എന്താണെന്ന് അറിയാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഞാൻ പോയത്. ഇതിൻ്റെ ഇടയിൽ എനിക്ക് മൂത്ത കുഞ്ഞ് ശേഷം വീണ്ടും 2ാമതൊരു കുഞ്ഞുണ്ടായി. 3 വർഷത്തിന് ശേഷം 2ാമതൊരു ആൺകുഞ്ഞിനെ ദൈവം ദാനമായി നൽകി. ഞാൻ പറയട്ടെ, ആ 2ാമത്തെ കുഞ്ഞ് ജനിച്ചതോടുകൂടി അവൻ ജനിച്ചന്ന് മുതൽ അവൻ രോഗിയാണ്. അവൻ്റെ ചെവിയുടെ ഉള്ളിൽ നിന്ന് മൂക്കിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ പഴുപ്പ് വരും. ജനിച്ച കൈ കിട്ടിയത് ഇങ്ങനെ പഴുപ്പാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞിനെ കൈ തന്നപ്പോൾ മുഴുവൻ പഴുപ്പാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അന്നു മുതൽ ഞങ്ങൾ വീണ്ടും കഷ്ടത്തിലായി. ദൈവത്തെ അറിയാത്ത ഒരു ഭർത്താവ്, ദൈവം എന്താണെന്ന് അറിയാൻ വയ്യാത്ത ഒരു ജീവിത സാഹചര്യങ്ങൾ ഇങ്ങനെ പോയപ്പോൾ ഈ കഷ്ടങ്ങളുടെ മധ്യത്തിലും ജോലിക്ക് കിട്ടുന്നതാണെങ്കിൽ കൊണ്ടേ കളിശാപ്പി കൊടുത്ത് വീട്ടിൽ വന്ന് അലമ്പും ബഹളവും ഒക്കെ ഉണ്ടാക്കി പാർട്ടി പ്രവർത്തനമായിട്ട് നടക്കുന്ന ഭർത്താവ്. ഇതിൻ്റെ ഇടയിൽ കൈ കിട്ടിയ കുഞ്ഞ്, 2ാമത്തെ കുഞ്ഞ് രോഗിയായ ഒരു മോൻ. ജനിച്ച അന്നു മുതൽ അവൻ്റെ മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നൊക്കെ പഴുപ്പ് വരാനിടയായി. അങ്ങനെ ഒരു 3-4 മാസത്തോളം ഹോസ്പിറ്റലുകളിൽ കൊണ്ടു നടന്നു, പള്ളികളിൽ കൊണ്ടു നടന്നു, അമ്പലങ്ങളിൽ ഞാൻ കൊണ്ടു നടന്നു എൻ്റെ കുഞ്ഞിനെ. പക്ഷേ പറയട്ടെ, അവിടെയൊന്നും എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ദൈവദാസിയും കൂടി ഇങ്ങനെ വീടുകൾ വിസിറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് അവർ ഇവിടെയും വരുവാനിടയായി.
അപ്പച്ചന് ഇല്ലാതിരിക്കുന്ന സമയത്ത് എനിക്ക് ദൈവവചനം കേൾക്കുവാനും അതിനോട് ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പച്ചനും അമ്മച്ചും ഇല്ലാത്ത സമയത്ത് ഇവർ വരുമ്പോൾ ഞാൻ ഇവരെ കയറ്റിയിരുത്തി ഞാൻ ഈ ദൈവവചനം കേൾക്കുവാൻ ഞാൻ താല്പര്യം കാണിക്കും. പക്ഷെ അപ്പച്ചൻ വരുമ്പോൾ ഞാൻ പറയും വേഗം പോയിക്കോ, അപ്പച്ചൻ വഴക്കുണ്ടാക്കുമെന്ന് പറഞ്ഞ് ഇവരെ പറഞ്ഞുവിടാനിടയായി. പക്ഷേ കേൾക്കുമെങ്കിലും ഞാനിങ്ങനെ ഇവരാദ്യമൊക്കെ എന്നോട് വന്ന സുവിശേഷം പറഞ്ഞപ്പോൾ ഇവർ ദൈവമില്ലാത്തവരാണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവരോട് ഒത്തിരി മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. ഒത്തിരി മോശമായി പെരുമാറിയെങ്കിൽ ആ ദേവദാസൻ ആദ്യമായിട്ട് വരുന്നത് ആ ദൈവദാസന് ദൈവം ഒരു ദർശനം കൊടുത്തു. ഇതിൻ്റെ ഇടയിൽ കുഞ്ഞിനെ മൂത്രത്തിന് ഹോളില്ല, അവന് ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നു, മൂത്രം ഒഴിക്കാൻ ഇങ്ങനെ മുട്ടുമ്പോൾ കുഞ്ഞിങ്ങനെ വേദനയോടെ പിടയുന്ന അവസ്ഥകളാണ് കാണുന്നത്. അപ്പം മുതൽ ജീവിത പങ്കാളികൾ ഞാൻ പറഞ്ഞത് നമ്മൾ പ്രാർത്ഥിച്ച് മതിയാവത്തുള്ളൂ, നമുക്ക് ദൈവത്തോട് അടുത്താലും മതിയാവുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഞാൻ നിർബന്ധിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. ഞാൻ ഒത്തിരി വഴക്കിട്ടൊക്കെ എൻ്റെ ഭർത്താവിനെ പള്ളിയിൽ കൊണ്ടുപോകാനൊക്കെ ഞാൻ ശ്രമിച്ചു. അങ്ങനെ എൻ്റെ സന്തോഷത്തിന് വേണ്ടി പുള്ളി വിശ്വാസം ഉണ്ടായിരുന്നിട്ടല്ല എങ്കിലും എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എൻ്റെ കൂടെ വരുമായിരുന്നു. പ്രിയരെ, ഞാൻ പറയട്ടെ, ആ സമയത്ത് കുഞ്ഞിനെ ഈ മൂത്രത്തിന് ഹോളില്ല, മൂത്രമൊഴിക്കാൻ മുട്ടുമ്പോൾ ഇങ്ങനെ വന്ന് വീർത്തിട്ട് അവൻ മരണവെപ്രാളം കാണിക്കുന്ന സാഹചര്യങ്ങൾ, ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യം. ഞാനാണെങ്കിൽ ശ്വാസമുട്ടൽ കൊണ്ട് കുഞ്ഞിനെ എടുത്ത് കയ്യിൽ പിടിച്ച് പാല് കൊടുക്കാനോ ഒന്നും പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഈ ദൈവദാസി ആദ്യമായിട്ട് വന്നിട്ടും പറഞ്ഞ് ദൈവാത്മാവ് ഞങ്ങളോട് ഈ വീട് കാണിച്ചത്, ഈ ഒരു മുഖം കാണിച്ചു തന്നിട്ട് ഇവിടെ ഒരു കുഞ്ഞു സുഖമില്ല, ആ കുഞ്ഞിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ ദൈവസന്നിധിയിൽ വന്നാൽ. അപ്പം ഞങ്ങൾ ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഇവനെ അമ്പലങ്ങളിലും പള്ളികളിലും കൊണ്ടുപോയി. അവിടെയൊന്നും ഇവനെ സുഖപ്പെടാനാകാതെ ആയപ്പോഴേ ഞങ്ങൾ എന്ത് ചെയ്തു, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്താലേ മതിയാവത്തുള്ളൂ. അപ്പം ഞങ്ങളെക്കാൾ മുകളിൽ കൂടി ഈ കുഞ്ഞിനെ കാണുന്ന ഹോസ്പിറ്റലുകളിൽ പറയുന്ന പള്ളികളിൽ അമ്പലങ്ങളിൽ ഇങ്ങനെ കൊണ്ടു നടക്കുക, എവിടെ ഇവനെ രക്ഷപ്പെടുത്താൻ പറ്റും എന്നുള്ള വ്യഗ്രതയിൽ ഞങ്ങളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ദേവദാസൻ വന്നിട്ട് പറഞ്ഞ് അപ്പം ഇവരിങ്ങനെ സുവിശേഷമൊക്കെ പറഞ്ഞപ്പോൾ അവരിങ്ങനെ ഒരു ആലോചന പറയാനിടയായി. ദൈവം നിങ്ങളെ കാണിച്ചു, നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് ഭയങ്കരമായിട്ട് കരയുന്നു, ഈ ഇവിടുത്തെ കുഞ്ഞിന് വയ്യ. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇവനെ ഓപ്പറേഷൻ ചെയ്യാൻ കൊണ്ടുപോകാനിരിക്കെ അന്ന് ഓപ്പറേഷൻ ഫിക്സ് ചെയ്ത് ഓപ്പറേഷൻ 7-ാം തീയതി ഇവർ 5-ാം തീയതി കയറി വരുന്നു വീട്ടിലോട്ട് ആദ്യമായിട്ട്. എന്നിട്ട് ഇവരിങ്ങനെ പറഞ്ഞു, പിന്നെ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴിങ്ങനെ കണ്ടു, അതുകൊണ്ട് അന്വേഷിച്ച് നടന്നു, നിങ്ങളെ ഇന്ന് കണ്ടെത്താൻ സാധിച്ചു, ഈ കുഞ്ഞിനെ നിങ്ങൾ അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു ഞാനിങ്ങനെ ഓപ്പറേഷൻ ചെയ്യാൻ കൊണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്താൽ ഈ കൊച്ചു സുഖമാകത്തില്ല, നിങ്ങൾ മാതാപിതാക്കൾ ദൈവം നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന രീതിയിൽ എന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കുന്നുവോ അന്ന് ഈ കുഞ്ഞ് സൗഖ്യമാകുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അന്ന് ഞാൻ അവരെ വല്ലാതെ വഴക്കിട്ട് ഞാൻ ഓടിക്കുവാനിടയായി. ഞാൻ പറഞ്ഞു നിങ്ങൾ പോയിക്കോ, എനിക്ക് നിങ്ങളുടെ ഒന്നും കേൾക്കണ്ട, ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്കിപ്പോൾ ഹോസ്പിറ്റലാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനിടയായി. അവിടെ ഓപ്പറേഷൻ ചെയ്തു. ഈ ദേവദാസന്മാർ ഇത് പറഞ്ഞിട്ട് പോയി, എന്തായാലും ഞങ്ങൾ ഇനിയും വരും എന്ന് പറയുവാനിടയായി. അങ്ങനെ ഞങ്ങൾ ഈ കുഞ്ഞിനെ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്തു. പ്രിയരെ പറയട്ടെ, ഡോക്ടർ 4.5 മണിക്കൂറെന്നും പറഞ്ഞുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയ ഈ കുഞ്ഞിനെ 7.5 മണിക്കൂർ കഴിഞ്ഞിട്ടും ഡോക്ടറിന് പുറത്ത് വരാൻ ഒരമ്മ ഒരു പൊടിക്കുഞ്ഞിനെ കൊടുത്തിട്ട് ഒരമ്മ പുറത്തു നിന്ന് അനുഭവിക്കുന്ന ഒരു വേദനയുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ആ സമയം ഞാൻ അവിടെ മുട്ടുമേൽ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുവാനിടയായി. പിന്നെ മോന് മൂത്രത്തിന് ഹോളില്ലാതിരിക്കുന്ന സമയങ്ങളിൽ വേദനയോടെ പിടയുമ്പോൾ ഞാൻ ജീവിത പങ്കാളിയോട് പറയുവാനിടയായി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ആ താഴെ ഇറങ്ങിയിരുന്നുകൊണ്ട് രണ്ടുപേരും, വിശ്വാസമില്ലെന്ന് പറഞ്ഞ വ്യക്തി ഈ രാത്രികളായിട്ട് ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, കുഞ്ഞിൻ്റെ കരച്ചിൽ കൊണ്ട് ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, കുഞ്ഞിനും ഉറങ്ങാൻ പറ്റുന്നില്ല, വീട്ടിലുള്ള മാതാപിതാക്കൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അവർക്ക് ഉറങ്ങാൻ പറ്റാത്തത് കാരണം അവർ അതിൻ്റെതായ ദേഷ്യമൊക്കെ കാണിക്കും. അപ്പോൾ ഈ കുഞ്ഞിന് വേണ്ടി രാത്രിയുടെ യാമങ്ങളിങ്ങനെ ഇറങ്ങി ഇങ്ങനെ 2 പേരും മാറി എടുത്തിങ്ങനെ നടക്കുന്നു. അങ്ങനെ പിന്നെ ജീവിത പങ്കാളിയോട് ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ 2 പേരും കൂടെ കൈ കോർത്ത് നിന്ന് പ്രാർത്ഥിക്കാനിടയായി. എന്നാൽ പല പ്രാവശ്യം ഇവൻ്റെ ഈ മൂത്രത്തിൻ്റെ ഹോള് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കട്ട് ചെയ്യിച്ച് വീട്ടിൽ വരും, ഹോൾ അടഞ്ഞു പോകും. വീണ്ടും ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കട്ട് ചെയ്യിക്കും, വീട്ടിൽ വരുമ്പോൾ അടഞ്ഞു പോകുന്ന ഒരവസ്ഥയായിരുന്നു ഇവൻ്റെത്. അങ്ങനെ വീണ്ടും അപ്പം ഞാൻ ജീവിത പങ്കാളി ഇല്ലെങ്കിലും ഞാനിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കും. ഈ വേദന അമ്മമാർക്കാണല്ലോ ഏറ്റവും കൂടുതൽ അറിയാവുന്നത്, കുഞ്ഞുങ്ങൾ കിടന്ന് പിടയുന്നത് അറിയുന്നത് അമ്മമാരാണല്ലോ. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. ഈ കുഞ്ഞുങ്ങൾ ഉദരത്തിൽ ആ
കുഞ്ഞുണ്ടാകുമ്പോൾ മുതലേ അറിയാവുന്നതുപോലെ ഞാൻ സ്തോത്രം ചെയ്യുമായിരുന്നു. എങ്കിലും ഞാനും ജീവിത പങ്കാളിയോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ദിവസം രാത്രിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് ഇങ്ങനെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നുവാനിടയായി, അവൻ്റെ ആ മൂത്രത്തിൻ്റെ അവിടെ ചെന്ന് പിടിച്ചിട്ട് അത് നിങ്ങൾ സ്തോത്രം ചെയ്ത് പുറന്നോട്ട് മാറ്റുവാനായിട്ടൊരു പ്രേരണ എൻ്റെ ചെവിയിൽ ഇങ്ങനെ ആരോ പറയുന്നത് പോലെ എനിക്കിങ്ങനെ കേൾക്കാം. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞു, കുഞ്ഞേട്ടാ എനിക്കിങ്ങനെ ഒരു പ്രേരണ കിട്ടുന്നു, കുഞ്ഞേട്ടൻ അതൊന്ന് മാറ്റി നോക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ശക്തമായിട്ട് കൈ ഉയർത്തി പിടിച്ച് ഞങ്ങൾ ചേർത്ത് കരം കോർത്തു ഉയർത്തി പിടിച്ചുകൊണ്ട് നിന്ന് സ്തോത്രം ചെയ്തിട്ട് കുഞ്ഞേട്ടൻ ചെന്ന് അത് മാറ്റാനിടയായി. ദൈവത്തിൻ്റെ കൃപയെന്ന് പറയട്ടെ, അത്ഭുതകരമായിട്ട് അത് തുറന്ന് കിട്ടുവാനിടയായി. അപ്പം തന്നെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വിശ്വാസമുണ്ടെങ്കിലും ഞങ്ങൾ വീണ്ടും ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇവൻ്റെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു. ഓപ്പറേഷത്തിന് വേണ്ടി കയറ്റി 4.5 മണിക്കൂറെന്ന് ഡോക്ടർ പറഞ്ഞിട്ട് 7.5 മണിക്കൂർ എടുത്ത് ഓപ്പറേഷൻ ചെയ്തിട്ടും ഡോക്ടർ പുറത്ത് വന്നപ്പം ഡോക്ടറിനോട് ഞാൻ ചോദിച്ചു, ഡോക്ടർ ഇതെന്താ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഈ 7 മാസം പ്രായമുള്ള കുഞ്ഞ് അത് ഈ 60 വയസ്സുള്ള ഒരു വൃദ്ധൻ്റെ തലയുടെ ആലുള്ള അസ്ഥികളും അതിൻ്റെ തലയുടെ ഉള്ളിൽ എന്തൊക്കെയുണ്ടോ അത് ദ്രവിച്ചു പോയി, അതൊന്ന് ചിരണ്ടിയൊക്കെ കളയണ്ടേ അന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ പുറത്ത് പറയുവാനിടയാണ്. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുക. എനിക്കതേ നിങ്ങളോട് പറയാനുള്ളൂ. ഈ കുഞ്ഞിനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയപ്പോൾ ഞാൻ ആ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിക്കൽ മുട്ടിന്മേൽ നിന്ന് കൈ ഉയർത്തി ഞങ്ങൾ സ്തോത്രം ചെയ്യുവാണ്. വല്ലാത്ത ഒരു മാനസികാവസ്ഥയിൽ അന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പൈസ ഇല്ലാഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് സ്വർണ്ണമുണ്ടായിരുന്നത് വിറ്റ് ആണ് ഞങ്ങൾ അന്ന് 2004 2005 ഇവൻ്റെ ഓപ്പറേഷൻ നടക്കുന്നത്. ഇവൻ്റെ ജനനം 2002 2003 ഇവൻ്റെ ഓപ്പറേഷൻ നടക്കുന്നത്. ആ സമയത്ത് ഞങ്ങൾ കുറച്ച് പൈസ ഉണ്ടായി. അന്ന് തന്നെ ആ ഒരു 50,000 മുകളിൽ പൈസ അന്ന് കടം വാങ്ങിയും സ്വർണം വിറ്റും ഒക്കെ കൂടി ഞങ്ങൾ ഈ ഓപ്പറേഷൻ ചെയ്യാനിടയായി. പക്ഷേ ഓപ്പറേഷൻ ചെയ്തിട്ടും അത് സക്സസ് ആയില്ല. പ്രിയമുള്ളവരെ, ആ കുഞ്ഞ് വീണ്ടും ആ രോഗാവസ്ഥയിൽ തന്നെ ആകുവാനിടയായി. ഞാൻ പിന്നെ ദൈവസന്നിധിയിൽ പറഞ്ഞപ്പോൾ, നീ എനിക്ക് തരുവാണെങ്കിൽ നീ എനിക്ക് ജീവനോടെ തന്നാൽ മതി, രോഗിയായ ഒരു കുഞ്ഞിനെ എനിക്ക് വേണ്ടപ്പാ എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ കരയുവാൻ ഞാനിടയായി. അതിൻ്റെ ഇടയ്ക്ക് ഈ ദേവദാസൻ കടന്നു വരുവാനിടയായി. ദേവദാസൻ ഇടയ്ക്ക് വന്നപ്പോൾ ദേവദാസൻ പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാൽ ഈ കുഞ്ഞ് സൗഖ്യമാകണമെങ്കിൽ. അപ്പോൾ വീണ്ടും ഞങ്ങൾ 3 മാസം അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, 3 മാസം നോക്കട്ടെ, 3 മാസം കഴിഞ്ഞ് മാറുമെന്ന് പറഞ്ഞ് ഞങ്ങളൊന്ന് ആശ്വസിപ്പിക്കാം. പുള്ളി ആദ്യം ഓപ്പറേഷൻ കഴിഞ്ഞിറങ്ങിയപ്പോഴേ പറഞ്ഞു, എനിക്കൊന്നും പറയാനില്ല, നിങ്ങൾ പ്രാർത്ഥിക്കുക കേട്ടാന്ന് പറഞ്ഞു. 3 മാസം വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അപ്പോഴും ഇത് തന്നെ അവസ്ഥ, കരച്ചിലും. ഈ അവസ്ഥയിൽ നിന്ന് ഓപ്പറേഷൻ ചെയ്തിട്ടും കുഞ്ഞിന് ഒരു മാറ്റവുമില്ല, അവൻ രോഗിയായി തന്നെ തുടരുന്നു. പിന്നെ ഞാനിങ്ങനെ പറയുവാൻ, ഇപ്പോൾ ഡോക്ടർ അടുത്ത ഓപ്പറേഷത്തിന് വേണ്ടി ഡേറ്റ് ഫിക്സ് ചെയ്ത്, ഇതുകൂടി ചെയ്യാം, ഇത് സക്സസ് ആകുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവം തന്നാൽ നിങ്ങൾ മേടിച്ചു എന്ന് പറഞ്ഞ്. അപ്പം ഞാനൊരു തീരുമാനമെടുക്കാനിടയെ, ഇനി ഇവനെ ഞാൻ ഓപ്പറേഷൻ ചെയ്യത്തില്ല, ഇവനെ ഇനി ഓപ്പറേഷൻ ചെയ്യും, ഇവനെ ഇനി കത്തിവെക്കാൻ ഞാൻ കൊടുക്കത്തില്ല എന്നൊരു തീരുമാനം എടുക്കുവാനിടയായി. എന്നാൽ അന്ന് മുതൽ ആ ദൈവദാസൻ പറഞ്ഞതുപോലെ ആ ദൈവദാസൻ്റെ ചർച്ചിൽ ഞങ്ങൾ പോകുവാനിടയായി. ആ ദൈവദാസൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഒരു 2 ആഴ്ച അങ്ങനെ ദൈവദാസൻ്റെ ചർച്ചിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് ദേവദാസൻ്റെ അപ്പം ഞങ്ങൾ പോകുന്നത് പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വീട്ടിൽ നിന്ന് പോകുന്നത്. ആദ്യം 2 ആഴ്ച ജീവിത പങ്കാളിനെ പറഞ്ഞു വിട്ടു. ഞാൻ പള്ളിയിൽ പോയി. ഇവിടെ ഭയമാണ്, മദ്യപാനിയായ പിതാവ്, അമ്മ, ഇവർക്ക് ആർക്കും പെന്തക്കോസ് എന്ന് പറയുന്നത് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയിലായിരുന്നു. എങ്കിലും ജീവിത പങ്കാളിയെ പറഞ്ഞു വിട്ട് 2 ആഴ്ച ഞാൻ പള്ളിയിൽ പോകും. പുള്ളി ആരാധനയ്ക്ക് ചർച്ചിൽ പോയി, ഈ ദേവദാസൻ്റെ ചർച്ചിൽ പോയി, അന്വേഷിച്ചു പോയി. പുള്ളി അവിടെ പോയി ആരാധന കൂടി. 2 ആഴ്ച കഴിഞ്ഞ് 3-ാമത്തെ ആഴ്ച എന്നോട് പറഞ്ഞു, നീ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ ഈ എടുത്ത ബൈബിൾ താഴെ വയ്ക്കും, എനിക്ക് ഒറ്റയ്ക്ക് പോയി ഞാനൊരു മുറിയിലിരുന്ന് പ്രാർത്ഥിക്കും, ഞങ്ങൾ അപ്പനും അമ്മയും മോളും കൂടി ഞങ്ങളുടെ ജപമാല ചൊല്ലും. ഭർത്താവ് അപ്പുറത്തിരുന്നുകൊണ്ട് പുള്ളി അറിഞ്ഞ ആ പ്രാർത്ഥന പുള്ളി അത് ചെയ്യും. അപ്പോൾ 2 മുറിയിലിരുന്നുള്ള പ്രാർത്ഥനയായി. അപ്പോൾ 3-ാമത്തെ ആഴ്ച എന്നോട് പറഞ്ഞു, എൻ്റെ കൂടെ നീ വന്നില്ല എങ്കിൽ ഞാൻ പോകില്ല, ഞാനിത് താഴെ വയ്ക്കും. എൻ്റെ കുഞ്ഞിൻ്റെ ജീവനായിരുന്നു എനിക്ക് വലുത്. അപ്പോൾ 3-ാമത്തെ ആഴ്ച ഞാൻ എന്ത് ചെയ്തു, പള്ളിയിൽ പോകണം. ഞങ്ങൾ 2 പേരും കൂടെ പള്ളിയിൽ പോകാൻ പോകണമെന്ന് പറഞ്ഞാൽ ഇറങ്ങുന്നത്. പക്ഷേ ഞങ്ങൾ 2 പേരും കൂടെ അന്ന് ഞാൻ പള്ളിയിൽ പോയില്ല, ജീവിത പങ്കാളിയുടെ കൂടെ ആ ചർച്ചിൽ പോകുവാനിടയായി. അങ്ങനെ ഒരു മാസക്കാലത്തോളം ഞങ്ങൾ ആ ചർച്ചുമായി ബന്ധപ്പെട്ട ആരാധന കൂടി അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ ഒരു ചർച്ച്
ചർച്ചുണ്ട്, ന്യൂ ഇന്ത്യ ദൈവസഭയാണ്. ആ ദൈവസഭയിലോട്ട് ഞങ്ങൾ കടന്ന് അവിടെ 21 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുന്നത്. പക്ഷെ ഞങ്ങൾ സ്നാനപ്പെട്ടിട്ടില്ല, രക്ഷാവാചകം മാത്രമേ ഏറ്റുചൊല്ലി ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് കിഴക്ക് വശത്തെ വീട്ടിലെ ഞങ്ങളുടെ ഒരു സഹോദരി, അവർ വിശ്വാസത്തിലാണ്. അപ്പോൾ അവർ പോകുന്ന ചർച്ച. അപ്പോൾ ഞാൻ ഇങ്ങനെ ദൈവത്തെ അറിയാൻ തുടങ്ങിയപ്പോൾ അവിടെ ചെല്ലും, ദൈവവചനം ചോദിക്കും. അവിടെ ദൈവദാസന്മാർ വരുവാണെങ്കിൽ അവർ പ്രാർത്ഥിക്കും. അവരുടെയൊക്കെ ഇങ്ങനെ നിന്ന് എൻ്റെ കാര്യങ്ങൾ, എൻ്റെ മോൻ്റെ അവസ്ഥകളൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ വല്യത്തോട് ദൈവസഭയിൽ 21 ദിവസം ഉപവാസ പ്രാർത്ഥന പ്രഖ്യാപിച്ച് എന്ന് ഈ സഹോദരി എന്നോട് പറയാനിടയായി. എങ്കിലും എൻ്റെ കാതിൽ കമ്മലും ഇതൊക്കെ ഊരാൻ എനിക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. കുഞ്ഞിനിങ്ങനെ ആയിരുന്നെങ്കിൽ കൂടിയും എനിക്ക് എന്നാലും പോകാൻ ഇവിടെ അറിയും, വീട്ടിലറിയും എന്നുള്ള ഭയവും കാരണം എനിക്ക് പോകുവാൻ താല്പര്യമില്ല. എന്നെങ്കിലും ഞാൻ പോയി, എൻ്റെ കുഞ്ഞിൻ്റെ ജീവനാണല്ലോ എനിക്ക് വലുത്. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഒളിച്ച് ആ ചർച്ചിൽ പോകുവാനിടയായി. അവിടെ 7 ദിവസം ഉപവാസ പ്രാർത്ഥന തുടങ്ങിയിട്ട് 7 ദിവസമായി. ഞാൻ 7ാം ദിവസമാണ് ഞാൻ എൻ്റെ കുഞ്ഞുമായിട്ട് കടന്നു ചെല്ലുന്നത്. പ്രിയരെ, ഞാൻ പറയട്ടെ, രണ്ടാമത്തെ ദിവസവും ചെന്നു, ഒരു മാറ്റവും കണ്ടില്ല. ഞാൻ അവിടെ ഇരുന്നു, അവർ പ്രാർത്ഥിച്ചു. ഞാൻ 3ാം ദിവസം ചെന്നിരുന്നു. 3ാം ദിവസം ഞാനും എൻ്റെ കുഞ്ഞുങ്ങളെയുമായിട്ട് കടന്നു ചെന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. പറയട്ടെ, എന്താ എനിക്കെങ്ങനെ പറയേണ്ടതെന്നറിയില്ല. പ്രിയരെ, 3ാമത്തെ ദിവസം ആ സഭ മുഴുവനായും എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിപ്പാനിടയായി. ആ ഉപവാസ പ്രാർത്ഥനയിൽ അവരവരുടെ വിഷയം പോലെ അത് ഏറ്റെടുത്തു. അവർ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനിടയായി. 3ാം ദിവസം പറയട്ടെ, എൻ്റെ കുഞ്ഞ് സൗഖ്യമായി. എൻ്റെ കുഞ്ഞിൻ്റെ രോഗം, അവൻ്റെ ചെവിയിൽ നിന്നുള്ള പഴുപ്പുകൾ നിന്നു. അവന് വേദനയ്ക്ക് ആശ്വാസമായി. അങ്ങനെ 3ാമത്തെ ദിവസം, പിന്നെ 3ാം ദിവസം അവന് ആ സൗഖ്യം കിട്ടിയതിന് ശേഷം പിന്നെ അവൻ്റെ ചെവിയിൽ നിന്ന് പഴുപ്പ് വരാനോ, പിന്നെ ആ രോഗം, ഡോക്ടർ മരിച്ചു പോകും. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, എനിക്കൊരു പ്രതീക്ഷയ്ക്കും വകയില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇന്ന് എൻ്റെ കുഞ്ഞ് ജീവനോടെ ഇരിക്കുന്നു. ഇന്ന് എൻ്റെ മോന് 21 വയസ്സുണ്ട്. ദൈവം അവനെ സൗഖ്യമാക്കി. അന്ന് മുതൽ ഞങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തോട് ചേർന്ന് അന്ന് മുതൽ ഞങ്ങൾ ആരാധിക്കാൻ തുടങ്ങി. ദൈവസന്നിധിയിൽ ഇന്ന് വരെ ഞങ്ങൾ വിശ്വസ്തയോടെ നിൽക്കുന്നു. ഞാൻ ഈ പറഞ്ഞതിൻ്റെ സാരം, നമ്മൾ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന ദൈവമാണ്. തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവം ഒരിക്കലും നിരസിക്കുകയില്ല. പ്രിയരെ, നമ്മൾ വേണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ദൈവം നമ്മളെ മുന്നമേ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ നമ്മളെ കണ്ടിരിക്കുന്ന ദൈവം ഒരിക്കലും നമ്മളെ കൈവിടുന്ന ദൈവമല്ല. ഏത് സാഹചര്യത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചാലും, ഏതവസ്ഥയിൽ വിളിച്ച് നമ്മൾ അപേക്ഷിച്ചാലും, നമ്മുടെ അടുത്ത് വരുന്ന, നമ്മുടെ കണ്ണുനീർ കാണാതെ നമ്മളെ തട്ടിക്കളഞ്ഞ് മാറ്റി പോകുന്ന ഒരു ദൈവമല്ല. നമ്മൾ കരയുമ്പോൾ നമ്മളുടെ കൂടെ ഇരുന്ന് കരയുന്ന, നമ്മളെ ആശ്വസിപ്പിക്കുന്ന, സമാധാനം എന്തെന്നറിയാത്ത ഞാൻ അന്ന് സമാധാനം അറിയുവാനിടയായി. സന്തോഷം എന്തെന്നറിയാത്ത ഞാൻ സന്തോഷം അറിയുവാനിടയായി. അങ്ങനെ ഞങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ വീട്ടിൽ അതിൽ വലിയ പ്രതിസന്ധികളായി. വീട്ടിലമ്മ ഞങ്ങളെ ഉപദ്രവിക്കാനിടയായി. എന്നെ ഉപദ്രവിച്ചില്ല, എന്നെ ഒത്തിരി മോശമായിട്ടൊക്കെ പറഞ്ഞു, എന്നെ ഉന്തുകം തള്ളുകയൊക്കെ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കുഞ്ഞേട്ടനെ ഞങ്ങളെ മുറി അടച്ച് ഞങ്ങളുടെ വീടിനകത്ത് കയറ്റാതെ ഞങ്ങൾ മുറിയിലിരിക്കേണ്ട ഒരവസ്ഥ വന്നു. പ്രിയ ഭർത്താവിൻ്റെ അമ്മ പറയുവാനിടയായി, നിങ്ങൾ ശബരിമലയിൽ പോയിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും സങ്കടമില്ലായിരുന്നു, നിങ്ങൾ പെന്തക്കോസ്തിൽ പോയതാണ് എനിക്ക് ഏറ്റവും വലിയ ഭാരമെന്ന് പറയുവാനിടയായി. ഞങ്ങൾ പേരുടെ അകത്ത് കയറ്റിയില്ല. കുഞ്ഞുങ്ങളും ഞങ്ങൾ മുറ്റത്തിരിക്കുവാണ്. രാത്രിയായി. വീടിൻ്റെ വാതിൽ ലോക്ക് തുറന്നതിനില്ല. അമ്മ പൂട്ടിത്താക്കോലുമായിട്ട് അമ്മ പോയി. എൻ്റെ ഭർത്താവിനെ ഒത്തിരി ഉപദ്രവിക്കാനിടയായി. പ്രിയരെ, ഒത്തിരി ഉപദ്രവിച്ചു. ഒത്തിരി ഇരുന്ന് കൊടുത്ത് അമ്മയ്ക്ക് എന്താണ് എന്നെ ചെയ്യേണ്ടത് അമ്മ ചെയ്തു. അമ്മയുടെ ദേഷ്യവും സങ്കടവും തീരുന്നത് വരെ അമ്മയ്ക്ക് എന്ത് വേണേലും എന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് ആ മാതാവിൻ്റെ മുന്നിൽ ഇരുന്ന് കൊടുപ്പാനിടയായി. പ്രിയരെ, ദൈവമില്ലെന്ന് പറഞ്ഞ സ്ഥലത്ത് ആ ദൈവമുണ്ടെന്നറിയുവാനും ആ ദൈവം മറ്റുള്ള ഏത് ദൈവങ്ങളെക്കാൾ വലിയതാണെന്ന് മനസ്സിലാക്കുവാനും ആ ദൈവത്തെ അല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് മനസ്സിലാക്കുവാനും ഈ സാഹചര്യം ഞങ്ങൾക്കിടയായി. പ്രിയരെ, അങ്ങനെ ഒരു ദിവസം മുഴുവൻ അവിടെ ഇരിക്കുവാനിടയായി. പിറ്റേ ദിവസം അപ്പം പ്രിയ പിതാവ് മദ്യപാനിയാണെങ്കിലും ചോദിച്ചു, അവർ പോയത് നാശത്തിലേക്കല്ലല്ലോ എന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്കല്ലേ, സാരമില്ലെന്ന് പറയുവാനിടയായി. എന്നാൽ ആ വഴക്കുണ്ടാക്കുന്ന അപ്പൻ അങ്ങനെ അന്ന് ഞങ്ങൾക്ക് ആശ്വാസമായി പറയുവാനിടയായി. അങ്ങനെ ഞങ്ങൾ ആ വീട്ടിൽ കയറി. പ്രിയരെ, പറയട്ടെ, പിതാവും മാതാവുമായിട്ട് ഞങ്ങളിങ്ങനെ പ്രാർത്ഥനയോടെ കഴിഞ്ഞുപോയി. പക്ഷേ ഇവിടെ വീട്ടിൽ വന്ന് സുവിശേഷം പറയുവാൻ എല്ലാവർക്കും ഭയമാണ്. എന്താണെന്ന് വെച്ചാൽ അപ്പച്ചൻ സമ്മതിക്കത്തില്ല, അമ്മ സമ്മതിക്കത്തില്ല, ചീത്ത പറഞ്ഞു ഓടിക്കും. അത് കാരണം ഞങ്ങൾക്കും പേടിയാണ്. ആ പ്രാർത്ഥന ഇതൊക്കെ വീട്ടിൽ വയ്ക്കാൻ ഞങ്ങൾക്ക് പേടിയാണ്. അത് കാരണം ഞങ്ങളുടെ മാതാവും പിതാവും ഞങ്ങളിൽ നിന്ന് വേർപെടുന്നത് വരെ ഞങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. എങ്കിലും പറയട്ടെ പ്രിയരെ,
ഈ മാതാവും പിതാവും ഞങ്ങളോട് ഒന്നിച്ച് ഞങ്ങൾ നോക്കില്ല, നിങ്ങൾ മറ്റുള്ള മക്കൾ നോക്കില്ല, നിങ്ങൾ നോക്കില്ല എന്ന് പറഞ്ഞ സമയത്ത് പിതാവ് ബ്ലഡ് ക്യാൻസർ വന്ന് ബ്ലഡ് പറ്റിപ്പോകുന്ന ഒരവസ്ഥയായിരുന്നു അപ്പച്ചന്. ആ പിതാവിൻ്റെ മരണസമയങ്ങളും ആ പിതാവിനെ അന്ത്യകാലം വരെ ശുശ്രൂഷിക്കാനും മരണസമയത്തും കൂടെ ഇരുന്ന് ആ പിതാവിൻ്റെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുവാനും സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഞങ്ങൾ ഈ ദൈവത്തെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞങ്ങൾക്ക് ആ പിതാവിനെ നോക്കുവാൻ സാധിക്കില്ല. ആ പിതാവിനോട് ഞങ്ങൾക്ക് ക്ഷമിക്കാൻ സാധിക്കത്തില്ല. പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ സമ്മതിക്കാതെ പലപ്പോഴും എടുത്ത് ഭക്ഷണങ്ങൾ പുറത്ത് കളയുന്ന സാഹചര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. മദ്യപിച്ച് വന്ന് പലപ്പോഴും ഞങ്ങൾ ഈ ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് ആ പിതാവിനോട് ക്ഷമിക്കാൻ സാധിച്ചു. ആ പിതാവിനെ ശുശ്രൂഷിക്കാനുള്ള കൃപ ദൈവം ഞങ്ങൾക്ക് നൽകി. അങ്ങനെ ആ പിതാവിൻ്റെ മരണത്തിലും കൂടെ നിന്ന് പിതാവിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിച്ചു. അതിനുശേഷം മാതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പിതാവ് മരിച്ചപ്പോൾ മാതാവിന് വല്ലാത്ത ഭാരമായി. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ മുറിയിൽ ഞങ്ങൾ താമസിക്കുമ്പോൾ ഞങ്ങളോട് ഒന്നിച്ച് തന്നെ ഞങ്ങളുടെ മുറിയിൽ തന്നെ പ്രിയ മാതാവിനെ കിടത്തുവാനും ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചൊരു മുറിയിൽ കഴിയുവാനും ഇവിടെയായി. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം പ്രിയ മാതാവ് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ജോലിക്ക് പോകുമായിരുന്നു. ഈ കുഞ്ഞുങ്ങളെ വീട്ടിൽ നിർത്തിയിട്ട് ജോലിക്ക് പോകാതെ ജീവിക്കാൻ മാർഗമില്ലായിരുന്നു. ഭർത്താവിന് വല്ലപ്പോഴൊക്കെ ജോലിയുള്ളൂ. അങ്ങനെ ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ജോലി സ്ഥലത്ത് വീഴുവാനും എൻ്റെ ഡിസ്കിന് നാല് ഡിസ്ക് കംപ്ലൈൻ്റായി പോകാനിടയിൽ തെന്നിപ്പോയി. ഞാൻ 3 മാസത്തോളം കിടപ്പായി. അപ്പോൾ ദൈവമക്കളൊക്കെ എന്നെ വന്ന് കാണുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ വരുവാനിടയായി. അപ്പോൾ ഇവരിങ്ങനെ വന്നപ്പോൾ ഒരു ദിവസം ഈ പ്രിയ മാതാവ് അവരോട് പറയുവാനിടയായി. ഭർത്താവിൻ്റെ അമ്മ പറഞ്ഞു, കണ്ട ഞങ്ങളെ അഹങ്കരിച്ച് ഞങ്ങളെ ധിക്കരിച്ച് അവൾ ഈ ദൈവത്തിനെ വിളിക്കാൻ പോയി. അവളുടെ ദൈവം അവളെ ഇപ്പോൾ കിടത്തിയിരിക്കുന്നു. എഴുന്നേറ്റ് നടക്കുവാൻ നിവർത്തിയില്ലാതെ 3 കുഞ്ഞുങ്ങളായി. അപ്പോൾ ഞങ്ങൾക്ക് ആ 3 കുഞ്ഞുങ്ങളെ എടുത്ത് കയ്യിൽ വെച്ച് അതുങ്ങളെ കാര്യങ്ങൾ ചെയ്യുവാൻ നിവൃത്തിയില്ലാതെ ആയ സമയത്ത് പ്രിയമാതാവ് വന്നത് ആ സഹോദരിമാരോട് പറഞ്ഞു, കണ്ട നിങ്ങളുടെ ദൈവം കിടത്തിയിരിക്കുന്നത് കണ്ട, എന്നെ അനുസരിക്കാതെ ഞങ്ങളെ ധിക്കരിച്ചു പോയതിൻ്റെ ഫലമാണ്. ഞാനൊരു കാര്യം പറയാം, നിൻ്റെയൊക്കെ ദൈവം ഇവളെ എഴുന്നേൽപ്പിക്കുകയാണെങ്കിൽ ഈ വന്ന സഹോദരിയോട് ഞാൻ നിനക്കൊരു സ്വർണ്ണമോതിരം ഇട്ട് തരാമെന്ന് പറയുവാനിടയായി. പ്രിയരെ, ഞാൻ ആ കിടക്കയിൽ കിടന്ന് പ്രാർത്ഥിച്ചു. ഈ സഹോദരിമാരും സഹോദരങ്ങളും ദൈവദാസനൊക്കെ വന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനിടയായി. പ്രിയരെ, ഞാൻ പറയട്ടെ, ആ രോഗക്കിടക്കയിൽ നിന്ന് ഞാൻ എഴുന്നേറ്റു. എൻ്റെ പ്രിയ മാതാവ് വീഴുവാനിടയായി. 2 ആഴ്ചയ്ക്കുള്ളിൽ എൻ്റെ മാതാവ് ഒരു തലകറക്കം വന്നതാണ്. പുള്ളി വീണ് അതോടുകൂടി പുള്ളിയെ കൊണ്ടുപോയി ഞങ്ങൾ ചെക്കപ്പ് ചെയ്തു. ഞാൻ മെല്ലെ എഴുന്നേറ്റു. എനിക്കത് നിൽക്കാം എന്നുള്ള ഒരു കണ്ടീഷനൊക്കെ ആയി. ഞാൻ ഒറ്റ ചുവട് വെക്കി. ഈ സഹോദരങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞ സ്ഥാനത്ത് ഞാൻ ഓപ്പറേഷനത്തിനൊന്നും പോയില്ല. ഞാൻ ആ കിടക്കയിൽ കിടന്ന് ഞാനും പ്രാർത്ഥിച്ചു. വന്നവരെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പറയട്ടെ, ദൈവം എന്നെ സൗഖ്യമാക്കി. ആ സൗഖ്യം ആ കിടക്കൽ എൻ്റെ മാതാവ് കാണുവാനിടയായി. പ്രിയരെ, ഞാൻ എഴുന്നേറ്റപ്പോൾ പ്രിയ മാതാവ് താഴെ പോകുവാനിടയായി. തലകറങ്ങിയ ആൾ താഴെ വീണു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പെട്ടെന്ന് പുള്ളിക്കാരിയെ സ്കാൻ ചെയ്യാനിടയായി. ബ്രെയിനിലെ ട്യൂമറാണെന്ന് പറയുവാനിടയായി. ആ മാതാവും ഒരു 4 മാസത്തോളം ബോധമില്ലാതെ മാതാവ് കിടക്കയിലായി പോകുവാനിടയായി. പ്രിയരെ, പറയട്ടെ, ആ മാതാവ് അവിടെ കിടന്ന് 4 മാസമേ ആയുള്ളെങ്കിൽ കൂടിയും ആ മാതാവ്, ഞാനും കിടക്കയിലായിരുന്നു. എനിക്ക് ഒരുപാട് ജോലികളൊന്നും ചെയ്യാനായിട്ട് പെട്ടെന്ന് സാധിച്ചില്ല. ഇപ്പം ഞാനും കിടന്നു, മാതാവും കിടന്നു പോയപ്പോൾ മാതാവ് കിടപ്പിൽ കിടന്ന് വയറ്റിൽ നിന്നൊക്കെ പോകുമ്പോൾ എൻ്റെ ഭർത്താവ് എന്നെയും എൻ്റെ മാതാവിനെയും ഒരുപോലെ ശുശ്രൂഷിപ്പാനിടയായി. ക്ഷമയോടെ സഹനത്തോടെ ആ മാതാവിൻ്റെ വയറ്റിൽ നിന്ന് പോകുന്നതും മൂത്രമൊഴിക്കുന്നതൊക്കെ എടുത്ത് മാതാവിനെ ശുശ്രൂഷിപ്പാനും എൻ്റെ ജീവിത പങ്കാളിക്ക് ദൈവം കൃപ ചെയ്തു. ഒരുപാട് പേര് വന്ന് കാണുമ്പോഴൊക്കെ ഞാനും കിടക്കയിലാണല്ലോ, എനിക്ക് ഒരുപാട് ഭാരമൊന്നും എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ സൗഖ്യമായി ഞാൻ ഒറ്റടി വെച്ച് ഞാനങ്ങനെ 2 ആഴ്ചക്കുള്ളിൽ നിവർന്ന് നടക്കുവാനിടയായി. പ്രിയരെ, ഞാൻ നിവർന്ന് നടക്കുവാനിടയായപ്പോൾ ആ മാതാവിനെ ശുശ്രൂഷിപ്പാനും ആ മാതാവിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുവാനൊക്കെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിച്ചു. ആ മാതാവും ഞങ്ങൾ സന്തോഷത്തോടെ ഞങ്ങളുടെ ഞങ്ങൾ ശുശ്രൂഷിച്ച് പ്രിയ മാതാവും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുവാനിടയായി. ഞങ്ങളുടെ വലിയ ഭാരം, 2 പേരും ദൈവത്തെ അറിയാതെ മരിച്ചു പോയല്ലോ എന്നുള്ള ഒരു വേദനയാണ് ഞങ്ങളുടെ ഉള്ളിൽ. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിലും അവർ രക്ഷിക്കപ്പെടുകയോ സ്നാനപ്പെടുകയോ ചെയ്യുവാൻ ഇടയായില്ല. പ്രിയരെ, അത് പറയട്ടെ, മാതാവും പിതാവും മരിച്ചു. ഞങ്ങൾ കുടുംബത്തിലായിരുന്നു. ഞങ്ങളുടെ വീട് പൊട്ടിപ്പൊളിഞ്ഞ ഒരു ഭവനമായിരുന്നു. പക്ഷേ ആ ഭവനത്തിൻ്റെ ഒരു സൈഡ് വീഴും. ഞാൻ ഇതുപോലെ ജോലിക്ക് പോയി ഞാൻ മടങ്ങി വരുന്ന സമയത്ത് വീടിൻ്റെ ഒരു സൈഡ് വീഴുവാനിടയായി. പ്രിയരെ, ഞങ്ങൾ പെന്തക്കോസ്തിൽ പോയി എന്നുള്ള ഒരു കാരണം കൊണ്ട് ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങൾക്കെതിരായിരുന്നു. ഈ വീട് വീണ് അപ്പച്ചനും അമ്മച്ചിയും മരിച്ചു. ഈ വീട് വീണ് കഴിഞ്ഞപ്പോൾ മൂത്ത സഹോദരൻ വന്ന് ഞങ്ങളെ ഉപദ്രവിക്കാനിടയായി.
ഞങ്ങൾ അപ്പം ഞങ്ങൾ ഈ ദൈവസഭയിലെ 2 സഹോദരങ്ങൾ കൂടി വന്നു. അവരും ഞങ്ങളും കൂടി ആ കട്ടയൊന്ന് പെറുക്കി മാറ്റി. വീണത് ഞാൻ അറിഞ്ഞില്ല, അടുത്ത വീട്ടിലെ സഹോദരിയാണ് എന്നോട് പറയുന്നത്. അപ്പം ഞാൻ ഇതുപോലെ ജോലിക്ക് പോകും, എഴുന്നേറ്റ് ഇത് കഴിഞ്ഞ് അമ്മയുടെ മരണമൊക്കെ കഴിഞ്ഞിട്ടും ജോലിക്ക് പോകാതെ ജീവിക്കാൻ നിവർത്തിയില്ലായിരുന്നു. ഞാൻ വീണ്ടും ജോലിക്ക് പോയി. ഞാൻ ജോലിക്ക് പോയി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത വീട്ടിലെ സഹോദരി പറഞ്ഞു, നിങ്ങളുടെ വീടിൻ്റെ ഒരു വശം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് എന്ന് പറയുവാനിടയായി പ്രിയരെ. അങ്ങനെ ഞാനും എൻ്റെ ഭർത്താവും കൂടി പെറുക്കി അടുക്കുമ്പോൾ ഞങ്ങളുടെ ദൈവസഭയിലെ 2 സഹോദരങ്ങളും കൂടി അവരിങ്ങനെ പോകുമ്പോൾ ഞങ്ങളിത് അടുക്കിക്കൊണ്ട് നിൽക്കുന്നു. അവരെ ഞങ്ങളോട് കൂടി വന്ന് അടുക്കാനിടയായി പ്രിയരെ. അത് സഹോദരൻ തെറ്റിദ്ധരിച്ചു, ഞങ്ങൾ പെന്തക്കോസ്തക്കാരെ കൂട്ടി ഞങ്ങൾ ഈ വീട് പൊളിക്കുകയാണെന്ന്. പ്രിയ സഹോദരൻ പറയട്ടെ, ഞങ്ങളുടെ സഹോദരൻ ഞങ്ങളെ ഉപദ്രവിപ്പാനിടയായി. ഞങ്ങളെ വല്ലാതെ ഉപദ്രവിച്ചു. വഴിയിലിട്ട് ഞങ്ങളെ 2 പേരെയും തല്ലുവാനും ഞങ്ങളെ ഒത്തിരി ഉപദ്രവിക്കുവാനും ഇടയായി പ്രിയരെ. അപ്പോൾ 2ാമത്തെ സഹോദരൻ ഇത് കണ്ടാണ് വന്നത്. 2ാമത്തെ സഹോദരൻ എന്നോട് വന്നിട്ടും പറഞ്ഞു, നീ ഇത്രയും നിങ്ങളെ ഉപദ്രവിച്ചിട്ടും നിങ്ങളെന്താ പ്രതികരിക്കാത്ത? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ വിളിക്കുന്ന ദൈവം ഞങ്ങളുടെ സഹോദരങ്ങളെ സ്നേഹിക്കാനാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവൻ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുന്നില്ല എന്ന തിരുവചനം ഞങ്ങളുടെ ഉള്ളിൽ ശക്തമായി ഇടപെട്ടുകൊണ്ടിരുന്നു. അത് കാരണം ഞങ്ങളുടെ സഹോദരനെതിരായി ഞങ്ങളൊന്നിനും പോയില്ല. അങ്ങനെ പിന്നെയും കാലം കഴിഞ്ഞു. ഞങ്ങളൊരു ഷെഡ് കെട്ടി മാറി. ഞങ്ങൾ വീട് വീണു. ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് ഷെഡ് കെട്ടി മാറുവാനിടയായി, ആ വേലിയുടെ അകത്ത് തന്നെ. പക്ഷേ പറയട്ടെ, ഞങ്ങൾ ഒരു ഷെഡ് വീണു, 2 ഷെഡ് വീണു, 3 ഷെഡ് വരെ, 3 ഷെഡും വീഴാൻ തക്ക പരുവത്തിലാകുന്ന സമയം വരെ ഞങ്ങൾക്ക് ഷെയർ ചെയ്യും. ഞങ്ങളുടെ അപ്പച്ചൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മദ്യപിക്കാൻ വേണ്ടി വീടും സ്ഥലവും കൊണ്ടുപോയി പണയപ്പെടുത്തി വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ അതെടുക്കണം, ഷെയർ ചെയ്യണം. മൂത്ത സഹോദരൻ ഇതിനൊന്നും സമ്മതിച്ചിരുന്നില്ല. ഞങ്ങൾ ഈ ഷെഡിലെ ഈ 3 കുഞ്ഞുങ്ങളെയുമായിട്ട് മഴ പെയ്യുമ്പോൾ ഷീറ്റ് പറന്നു പോകും. ആ മഴയത്ത് കുഞ്ഞുങ്ങളെയുമായിട്ട് കിടക്കേണ്ട അവസ്ഥകളൊക്കെ ഒരുപാട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പ്രിയരെ. പക്ഷെ അവിടെയെല്ലാം ദൈവം ഞങ്ങളോട് കൂടെ ഇരുന്നു. ഞങ്ങളെ തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, മടുത്തു പോകാതെ ആ ഷെഡിലിരുന്ന് എന്നും കണ്ണുനീരോടെ ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിച്ചു. അങ്ങനെ ആ പ്രാർത്ഥനയുടെ ദൈവസന്നിധിയിൽ ഞാനൊരു തീരുമാനമെടുക്കാനിടയായി. ഞങ്ങൾ ഒരു പ്രാവശ്യം ചെന്ന് പറഞ്ഞു, ചെയ്ത് തരത്തില്ല, നീയൊക്കെ പെന്തക്കോസ്തല്ലേ, അവർ തരട്ടെ, വീട് സ്ഥലം അവർ തരട്ടെ, ഞങ്ങൾ ചെയ്യത്തില്ലെന്ന് പറയുവാനിടയായി. ഷെയർ ചെയ്യില്ല, ഇതൊന്നും ചെയ്യില്ല എന്ന് പറയുവാനിടയായി. ഞങ്ങൾ ഇളയ മകനാണ്. പക്ഷേ അവരും 2 കൂട്ടരുമാർ താമസിക്കുവാണ്. ഞങ്ങൾക്ക് വീടില്ല. കുഞ്ഞുങ്ങളെയുമായിട്ട് ഈ വെള്ളത്തിൽ ഈ ഷെഡിൽ ഇങ്ങനെ കിടക്കുവാണ്. അപ്പോൾ ഒരു പ്രാവശ്യം കുഞ്ഞേട്ടൻ ഇങ്ങനെ ചെന്ന് പറഞ്ഞു, തരത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാനിങ്ങനെ ദിവസങ്ങളിൽ ഒരു തീരുമാനം എടുത്തപ്പാ, ഞാൻ പോകില്ല. ഞാൻ ജീവനുള്ള ദൈവത്തെയാണ് വിളിച്ചപേക്ഷിക്കുന്നത്. ഞാനിനി ഒന്നിനും ആരുടെ മുന്നിൽ കൈനീട്ടാൻ പോകില്ല. ജീവിത പങ്കാളി ജോലിക്ക് പോകും. എനിക്ക് ജോലിയില്ലാത്ത സമയങ്ങളിലൊക്കെ കഥകൾ അടച്ചിട്ട്, ദൈവവചനം പറയുന്നല്ലോ, നീ അറയിൽ കടന്ന് നിൻ്റെ കഥകടച്ച് നിൻ്റെ രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് യാചിക്കട്ടെ എന്ന് പറയുന്ന വചനം, ആ വചനപ്രകാരം ഞാൻ വീട്ടിൽ ഷെഡിനകത്ത് കയറി കഥകളൊക്കെ അടച്ച് ഞാൻ എങ്ങും പോകില്ല. മറ്റു വീടുകളിലൊന്നും ഇങ്ങനെ സംസാരത്തിനൊന്നും പോകില്ല. കിട്ടുന്ന സമയം ബൈബിൾ വായിക്കുക, ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുക. ആ ഒരു പ്രേരണ എനിക്ക് എപ്പോഴും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നു. ഞാൻ അതനുസരിച്ച് പ്രാർത്ഥിച്ചു. പ്രിയരെ പറയട്ടെ, ഒരു 3-4 വർഷങ്ങൾക്ക് ശേഷം പ്രിയ സഹോദരൻ തന്നെ കടന്നു വരുവാനും നമുക്ക് ഷെയർ ചെയ്യാമെന്ന് പറയുവാനിടയായി. പ്രിയ സഹോദരൻ പറഞ്ഞൊരു ഡിമാൻഡ്, കുടുംബവും കുടുംബസ്ഥലവും എനിക്ക് വേണം. ഞങ്ങൾ പറഞ്ഞെടുത്തു, ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലം തന്നാൽ മതി. അങ്ങനെ അത് ഷെയർ ചെയ്യുവാനും ഞങ്ങൾക്ക് ആ അപ്പൻ്റെ ഓഹരി ഞങ്ങളത് എല്ലാവരും കൂടി അടച്ചു, ലോണൊക്കെ തീർത്തു, ഞങ്ങളെടുത്തു, അത് ഷെയർ ചെയ്യുവാനിടയായി. പിന്നെയും വർഷങ്ങളോളം ഒരു വീട് വയ്ക്കുവാൻ ഞങ്ങളെക്കൊണ്ട് സാധിച്ചിരുന്നില്ല. ഞങ്ങൾ ആ ഷെഡുകളിൽ 1 ഷെഡ് വീണു, 2 ഷെഡ് വീണു, 3 ഷെഡ് വീണു. 4ാമത്തെ ഷെഡിൽ ജീവിക്കുന്ന സമയത്ത് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്കൊരു ഭവനം തരാനിടയായി. ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് 2 ലക്ഷം രൂപ അനുവദിച്ചു. ഞങ്ങൾക്ക് അങ്ങനെ 5 പൈസ കയ്യിലില്ല. വിശ്വാസത്താലും ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളെ ഇത്രത്തോളം കരം പിടിച്ച് ഞങ്ങൾ നിന്നതല്ല, ഞങ്ങളെ കർത്താവ് നിർത്തിയതാണ്. ഞങ്ങളുടെ കൂടെ ഞങ്ങൾ ഒന്നിച്ച് സ്നാനപ്പെട്ടത് 9 പേരാണ്. ഇന്ന് ഞങ്ങൾ 2 പേര് മാത്രമേ ആ സ്നാനപ്പെട്ടവരിൽ ഇന്ന് ദൈവസ്ഥാനത്തിൽ നിൽക്കുന്നുള്ളൂ. മറ്റുള്ളവർ മാറിപ്പോകാനിടയായി. പ്രിയരെ, ആ ദൈവം ഞങ്ങളെ മുന്നമേ കണ്ടിരുന്നു. ഞങ്ങൾ ഇന്ന് ഇതിൻ്റെ ഇടയിലെ ജീവിത പങ്കാളി ബൈബിൾ കോളേജ് ജോലിയോടുള്ള ബന്ധത്തിൽ ഈവനിങ് ക്ലാസ്സിന് പോകുവാനിടയായി. അങ്ങനെ 3.5 വർഷം മണക്കാലയിൽ ബൈബിൾ കോളേജിൽ പോയി പഠിച്ചു. മണക്കാലയിൽ പോയി ഗ്രാജുവേഷൻ എടുക്കുവാനിടയായി. പ്രിയരെ, അവിടെ ഒത്തിരി ഫീസ് അടയ്ക്കാൻ നിവർത്തിയില്ലാതെ കൂടെ പഠിച്ച സഹോദരി ഫീസ് അടച്ചു കൊടുത്ത് അത് പഠിക്കുവാനിടയായി. പക്ഷേ അവിടെയും ദൈവം ഞങ്ങളെ കരുതി കാത്തു. അതിൻ്റെ ഗ്രാജുവേഷൻ നടക്കുവാനിടയായി. ഇതിൻ്റെ ഇടയിലൊക്കെ ഞങ്ങളുടെ ദാരിദ്ര്യത്തിൻ്റെ ദുഃഖത്തിൻ്റെ മധ്യത്തിൽ ഞങ്ങൾ
വിശ്വാസ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ ഞങ്ങളെ മാറോട് ചേർത്ത് നിർത്തി ഞങ്ങൾക്ക് താങ്ങും തണലും തന്ന ഒരു ദൈവദാസനുണ്ട്. ആ ദൈവദാസൻ്റെ പേര് നാദേശ്വരൻ എന്നാണ്. ഞങ്ങൾ വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് പലപ്പോഴും ഞങ്ങൾ വീണു പോകുന്ന സാഹചര്യം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ സമയങ്ങളിലെല്ലാം ഞങ്ങൾക്ക് ഭക്ഷണമില്ലാതെ കുഞ്ഞുങ്ങളുമായിട്ട് പട്ടിണി കിടക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ലാതിരിക്കുന്ന സമയത്തൊക്കെ ആ ആൻറ്റിയും പാസും ഓടി വന്ന് ഞങ്ങളുടെ കൂടെ ഈ കുടിലിരുന്ന് ഈ വീട്ടിലിരുന്ന് ഞങ്ങളോടൊന്നിച്ച് ചേർന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾക്ക് കൈത്താങ്ങ് തരുമായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവന്ന് തരും, വെച്ച് കൊണ്ടുവന്ന് തരും, വാങ്ങിച്ചു കൊണ്ടുവന്ന് തരുമായിരുന്നു. അങ്ങനെ ഞങ്ങളെ ഓരോ രീതിയിലും പ്രിയ കർത്തദാസൻ ഞങ്ങളുടെ ഇന്ന് വരെയുള്ള ജീവിതത്തിൽ ഞങ്ങൾ ഓരോ കാര്യങ്ങളിലും ഞങ്ങളോട് ചേർന്ന് നിന്ന് ഞങ്ങൾക്ക് പ്രാർത്ഥന സഹായവും സാമ്പത്തിക സഹായവും നൽകി പ്രിയ കർത്തദാസൻ ഞങ്ങളെ നടത്തി. ഇതിൻ്റെ ഇടയിൽ എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കുവാനിടയായി. മോള് +2 കഴിഞ്ഞു, നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. പഠിപ്പിക്കാൻ നിവർത്തിയില്ലാത്തൊരു സാഹചര്യം ഉണ്ടായി പ്രിയരെ. അപ്പോൾ എൻ്റെ മോള് ആഗ്രഹിച്ചത് ബയോടെക്നോളജി പഠിക്കണമെന്നാണ്. പക്ഷേ അവൾക്കത് കിട്ടിയെങ്കിലും എനിക്ക് ആ സമയം 1.5 ലക്ഷം രൂപ പെട്ടെന്ന് അടച്ച് അഡ്മിഷൻ എടുക്കാനിടയായില്ല. എൻ്റെ മോളുടെ ആഗ്രഹം സാധിക്കാതെ പോയി. അവൾ വല്ലാത്ത ഭാരത്തിലും പ്രയാസത്തിലും എന്നാൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കുഞ്ഞാണ്. അവൾ ക്ലാസ്സിൽ പോകുമ്പോഴും ഏത് സമയത്തും അവൾ ഉപവസവും പ്രാർത്ഥനയാണ്. എപ്പോഴും ബൈബിൾ വായിക്കുക, പ്രാർത്ഥിക്കുക, അങ്ങനെ പോയിക്കൊണ്ടിരുന്ന കുഞ്ഞാണ്. പക്ഷേ അവളുടെ ആഗ്രഹം സാധിക്കാൻ പറ്റാതെ അപ്പം ഞാനിങ്ങനെ ഇത് പ്രാർത്ഥിച്ചു. ഡിഗ്രിക്ക് കിട്ടിയപ്പോൾ അവൾ പറഞ്ഞു, അമ്മച്ചി ഞാൻ ഡിഗ്രിക്ക് പോവില്ല, എനിക്കൊരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയരെ, ഞാനങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ദൈവഹിതം ഇങ്ങനെ ഒരു ഉള്ളിലൊരു തോന്നലായി നേഴ്സിങ്ങിന് പഠിക്കട്ടെ എന്ന്. അങ്ങനെ നേഴ്സിങ്ങിൻ്റെ അഡ്മിഷന് വേണ്ടി പോയി. പക്ഷെ അവിടെ ചെന്നപ്പോൾ സകല വേക്കൻസിയും കഴിഞ്ഞു. വേക്കൻസി ഒന്നുമില്ല, എല്ലാം ഫില്ലായി. അവിടെ ചെന്നിട്ട് അവർ തിരിച്ച് നിരാശയോടെ അപ്പനും മോളും കൂടി കടന്നു പോരുവാനിടയായി. അപ്പം ഞാനിങ്ങനെ ഇവർ പോയപ്പോഴും ഭാരത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ആകെ അന്ന് 10,000 രൂപ കയ്യിലുള്ളൂ, അതുമായിട്ടാണ് പോയത്. എങ്കിലും അത് ലഭിക്കാനിടയായി. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞ് വേക്കൻസി കഴിഞ്ഞു, പിന്നെ ഒരു വേക്കൻസി ഉണ്ട്, അത് ഇങ്ങനെ സംശയം പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളെ വെയിറ്റിംഗ് ലിസ്റ്റിലിടാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഭാരത്തോടെ കടന്നു പോകുന്ന ഭവനത്തിലെത്തിയപ്പോൾ വീട്ടിൽ വന്ന് ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ കോളേജിൽ നിന്ന് ിടയായി. അവളുടെ വിദ്യാഭ്യാസ ജീവിതത്തിൻ്റെ വാതിലടഞ്ഞു പോയി എന്ന് വിചാരിച്ചിരുന്ന സമയത്ത് ദൈവാത്ഭുതകരമായി തന്നെ അവൾക്ക് ആ സീറ്റ് ലഭിക്കാനിടയായി. അങ്ങനെ മോള് ആ കോളേജിൽ പഠിച്ചു. ഫീസ് അടക്കാൻ നിവർത്തിയില്ല. വല്ലാതെ ഞങ്ങൾ ഭാരപ്പെട്ടു. മോൾക്ക് ഫീസ് അടക്കാൻ നിവർത്തിയില്ലാതെ എക്സാമിൻ്റെ സമയം മോളെ കോളേജിൽ നിന്ന് പുറത്താക്കി. ഫീസ് അടക്കാൻ നിവർത്തിയില്ല. അപ്പം മോളെ കോളേജിൽ നിന്ന് പുറത്താക്കി. കുഞ്ഞ് കരഞ്ഞ് വല്ലാതെ ഭാരപ്പെട്ടിരിക്കുന്ന സമയത്ത് ഈ നാദേശ്വരം പാസ്റ്ററിൻ്റെ കൂടെ ഒരു സഹോദരനുമായിട്ട് അന്ന് പെട്ടെന്ന് ഇങ്ങനെ കടന്നു വരുവാനിടയായി. അപ്പം മോള് വല്ലാതെ കരഞ്ഞ് ഭവനത്തിലിരിക്കുന്നു. ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയിട്ട് 2 ആഴ്ചയോളമായി മോള് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി വീട്ടിലിരിക്കുവാണ്. അപ്പോൾ ഫീസ് അടക്കാൻ നിവർത്തിയില്ലാതിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ദൈവദൂതന്മാരെ പോലെ ഇവർ കടന്നു വരുവാനിടയായി. അപ്പം ഞാൻ ഇങ്ങനെ മോളോട് ചോദിച്ചു, എന്താ മോളെ, വന്ന സഹോദരൻ ചോദിച്ചു, എന്താ മോളെ നീ കോളേജിൽ പോകാത്ത? അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു, നേഴ്സിങ്ങിന് പഠിക്കുകയാണ്, ഫീസ് അടക്കാൻ നിവർത്തിയില്ല. പറയട്ടെ, ആ സഹോദരൻ ആദ്യമായി കാണുകയും ഞങ്ങൾക്കറിയില്ല. പക്ഷേ ദൈവം വലിയ അത്ഭുതം ചെയ്തു. മോൾക്ക് ഫീസ് അടക്കാൻ നിവർത്തിയില്ലാതെ ഞങ്ങൾ ഭാരപ്പെട്ടിരുന്ന സമയത്ത് ആ സഹോദരൻ അത് വീട്ടിൽ ചെന്ന് പറയുവാനിടയായി. ആ സഹോദരൻ്റെ ഭാര്യയോട് അത് ഷെയർ ചെയ്തു. ആ സഹോദരിയുടെ ഒരു ആങ്ങള അവർ പുറത്താണ്, അമേരിക്കയിലാണ്. ആ സഹോദരി ദൈവത്തിൻ്റെ ഇടപെടൽ ഭയങ്കര ശക്തമായ ഇടപെടലായിരുന്നു പ്രിയരെ. ആ സഹോദരി തൻ്റെ സഹോദരനെ വിളിച്ച് പറയുവാനിടയായി. ആ സഹോദരൻ അന്ന് ആ ഒരു വർഷം കുഞ്ഞിന് കോളേജിൽ അടക്കാനുള്ള ഫീസ് തരുവാനിടയെ, ആ ഭവനം ഞങ്ങൾക്ക് വാങ്ങിത്തരുവാനിടെ. പ്രിയരെ, നമ്മൾ ഏത് സാഹചര്യത്തിലിരുന്ന് നമ്മുടെ മുന്നിൽ ഒരു വഴിയുമില്ലെന്ന് വിചാരിച്ച് നമ്മൾ ഭാരപ്പെട്ടിരിക്കുന്ന സമയത്തും ദൈവം തൻ്റെ അത്ഭുത കരങ്ങൾ, തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ, നീറുന്ന ഹൃദയങ്ങളെ കാണുന്ന ദൈവം തക്ക സമയത്ത് നമുക്ക് വേണ്ടത് ചെയ്തു തരുവാൻ സ്വർഗത്തിലെ ദൈവം മതിയായതാണ്. അത്ഭുതമെന്ന് പറയട്ടെ, ദൈവം എൻ്റെ മോൾക്ക് ഫീസ് അടക്കുവാൻ അവർ മുഖാന്തരം ഇടയായി. അത് ആരെന്നോ എന്തെന്നോ അറിയാത്ത, ഞങ്ങളറിയാത്ത, ഞങ്ങളെ കണ്ടിട്ടില്ലാത്ത ഒരു സഹോദരൻ ഞങ്ങൾക്ക് എൻ്റെ മോൾക്ക് ഫീസ് അടയ്ക്കാനിടയായി. പ്രിയരെ, അങ്ങനെ മോള് പഠിക്കാനിടയായി. പിറ്റേ വർഷവും ഫീസ് അടയ്ക്കാൻ നിവർത്തിയില്ല. ബാങ്ക് ലോണിന് വേണ്ടി ചെന്നിട്ട് അത് പല കാര്യങ്ങൾ പറഞ്ഞ് അവരിങ്ങനെ റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഞാൻ ദൈവസന്നിധി പറഞ്ഞപ്പാ, ഞാൻ ആരുടെ മുന്നിൽ, മനുഷ്യൻ്റെ മുന്നിൽ ആശ്രയിക്കത്തില്ല. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ആ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ ആ ദൈവസന്നിധിയിൽ ആശ്രയിപ്പാനിടയായി. പ്രിയരെ, പറയട്ടെ, ആ റിജക്റ്റ് ചെയ്ത് പലപ്പോഴും തള്ളിപ്പോയ ആ ലോണ് കുഞ്ഞിന് പാസ്സായി കിട്ടുവാനിടയായി. കുറച്ച് മുഴുവനായിട്ട് കിട്ടിയില്ല എങ്കിലും പകുതി തുക സാങ്ഷനായി കിട്ടുവാനിടയായി. ബാക്കി
ബാക്കി പൈസ മാത്രം ഞങ്ങൾ അന്വേഷിച്ചാൽ മതിയായിരുന്നു. വീണ്ടും ഞങ്ങൾക്ക് ദൈവം വലിയ കാര്യങ്ങളെ ചെയ്തു. കുഞ്ഞിന് പഠിപ്പാനിടയായി. അവളുടെ എക്സാം കഴിഞ്ഞു, അവൾക്ക് നല്ല റിസൾട്ട് കിട്ടി. അപ്പോൾ അവൾക്ക് ഒരു ആഗ്രഹമുണ്ട്, അവൾക്ക് പുറത്ത് പോകണം. OET എഴുതാൻ നിവർത്തിയില്ല. അപ്പോഴും ഞാൻ ഈ ജോലിയോടുള്ള ബന്ധത്തിൽ ദൈവവേലയുടെ ആഗ്രഹത്തോടെ ഞായറാഴ്ചകളിലൊക്കെ ഞങ്ങൾ പ്രവർത്തനത്തിന് പോകും. ഞങ്ങൾക്ക് പിന്നെ ഒരു കൂട്ടായ്മയുണ്ട്, ഒരു ഭവനത്തിലൊരു കൂട്ടായ്മയുണ്ട്. ഞായറാഴ്ച കൂട്ടായ്മ കൂടും. ഞങ്ങൾ ആ ദേശങ്ങളിൽ മുഴുവൻ ഞാനും എൻ്റെ ഭർത്താവും കൂടി സുവിശേഷം അറിയിക്കും. അതിൻ്റെ ഒപ്പം ഞങ്ങളോട് കൂടി പലപ്പോഴും ഈ നാദേശ്വരം പാസ്റ്ററും ഞങ്ങളോട് കൂടി കടന്നു വന്ന് പലപ്പോഴും സുവിശേഷം അറിയിക്കാൻ ഞങ്ങളോട് കൂടെ നിന്ന് ഞങ്ങൾക്ക് താങ്ങും തണലുമായി ഞങ്ങളെ ബലപ്പെടുത്തി, ഞങ്ങളെ പ്രാർത്ഥനയിൽ സഹായിച്ച് ഞങ്ങളോട് കൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങളൊരു ഭവനത്തിൽ ഞങ്ങൾ ദൈവവേലയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കൊറോണ വരുവാനിടയായത്. പലരും രക്ഷിക്കപ്പെട്ട് കടന്നു വരുവാനിടയായി. പല അത്ഭുതങ്ങൾ അവിടെ നടക്കുവാനിടയായി. ക്യാൻസർ രോഗികൾ മുഴയൊക്കെ പൂർണ്ണ സൗഖ്യം പ്രാപിക്കും. ഒരു സഹോദരി ഞങ്ങളോട് പറയുവാനിടയായി, സഹോദരിക്ക് വയറ്റിൽ 3 മുഴയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സമയത്താണ് വിസിറ്റിങ്ങിന് ചെല്ലുന്നത്. അപ്പോൾ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനിടയായി. പിറ്റേ ഒരാഴ്ച കഴിഞ്ഞ് ആ സഹോദരി ഹോസ്പിറ്റലിൽ കടന്നു ചെന്നപ്പോൾ ആ സഹോദരി സ്കാൻ ചെയ്തപ്പോൾ ആ മുഴയില്ല എന്ന് പറയുവാൻ ഇടയായി. ദൈവം അങ്ങനെ ഒത്തിരി അത്ഭുതങ്ങൾ. ഭർത്താവ് ഉപേക്ഷിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഭർത്താവ് മടങ്ങി വന്നു. ഉപേക്ഷിച്ചു പോയ രോഗാവസ്ഥയിലായിരുന്നവർ അവർ സൗഖ്യപ്പെടുവാൻ, രക്ഷിക്കപ്പെടുവാൻ, അങ്ങനെ ഒത്തിരിയേറെ ദൈവപ്രവൃത്തി ഞങ്ങൾക്ക് കാണുവാനിടയായി. പ്രാർത്ഥന മുഖാന്തരം ഒത്തിരിയേറെ പേരുടെ സുവിശേഷം പറയുവാൻ ഇന്നും ആഗ്രഹത്തോടെ ദാഹത്തോടെ തന്നെ ഞങ്ങൾ ദൈവവേലയിലായിരിക്കുന്നു. ഞങ്ങൾ ദൈവവേലയിൽ മുന്നോട്ട് പോകുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ അവസ്ഥയിൽ തന്നെ കുഞ്ഞിനെ പുറത്തു പോകണമെന്ന് ആഗ്രഹമുണ്ടായി. അവൾക്ക് പഠിക്കണം, അവൾക്ക് മുന്നോട്ടുള്ള ഗമനങ്ങൾക്ക് വീണ്ടും സാമ്പത്തികം ആവശ്യമായിരുന്നു. ഞാനിങ്ങനെ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു. എങ്കിലും ദൈവം അവിടെ എല്ലാം നടത്തി. ഒരു നിമിഷം ഒരു അരമണിക്കൂർ കിട്ടിയാൽ ഓടും ട്രാക്റ്റുമായിട്ട് ദൈവസന്നിധിയിൽ. നമ്മൾ അറിഞ്ഞ സത്യം, നമ്മൾ അനുഭവിക്കുന്ന സമാധാനം, ഞാൻ അനുഭവിച്ച രോഗശാന്തി, ഇതെല്ലാം മറ്റുള്ളവരിലേക്ക് ഷെയർ ചേർന്ന് അനേകര ഈ ജീവനുള്ള ദൈവത്തിലേക്ക്, ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി എന്തെന്ന് മറ്റുള്ളവർ അറിയുവാനായിട്ട് ഓടിപ്പോകുമായിരുന്നു. ഒരു നിമിഷം കിട്ടിയാൽ ഒത്തിരി ഇങ്ങനെ ആഗ്രഹത്തോടു കൂടി തന്നെ ദൈവവേലയിൽ പോകുവാൻ ആഗ്രഹിച്ചു. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരുന്നു. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, മോൾക്ക് ഇതിൻ്റെ ഇടയ്ക്ക് OET പഠിച്ച് അവൾക്കത് ലഭിപ്പാൻ അവൾ UK പ്രദേശങ്ങളിലേക്ക് കടന്നു പോകുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. അവിടെയെല്ലാം 1 രൂപ പോലും ഇല്ലാതിരുന്ന സ്ഥലത്ത് അവിടെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും ദാരിദ്ര്യവും കടബാധ്യതകളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോഴും ദൈവം അവിടെയൊക്കെ അത്ഭുതകരമായ രീതിയിൽ ഞങ്ങളെ വഴി നടത്തുവാനിടയായി. പ്രിയരെ, ഞങ്ങളെ വഴി നടത്തിയ ദൈവം നിങ്ങളെയും വഴി നടത്തും. നിങ്ങളെ ക്ഷീണിച്ച് തളർന്നും മടുത്തും പോകാതെ ഈ ജീവനുള്ള ദൈവത്തെ മുറുകെ പിടിച്ച് നിങ്ങൾ മുന്നേറുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷം ലഭിക്കും. സ്വർഗീയ സമാധാനം അനുഭവിപ്പാൻ സാധിക്കും. നിങ്ങൾ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ടോ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പ്രിയരെ, നിങ്ങളുടെ ഹൃദയം ഒന്ന് ദൈവസന്നിധിയിലേക്കൊന്ന് സമർപ്പിപ്പാൻ തയ്യാറായാൽ, നിങ്ങളൊന്ന് കൊടുക്കുവാൻ തയ്യാറായാൽ അവിടെയെല്ലാം വലിയവ ചെയ്യുവാൻ മതിയായ ദൈവമെന്ന് ഞാൻ ഈ തരണത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ അനുഭവിച്ച സന്തോഷം, ഞാൻ അനുഭവിച്ച ത്യാഗത്തിൻ്റെ മധ്യയിൽ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തതൊന്നാണ്. ആ ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കും. നിങ്ങളെ ഏത് സാഹചര്യത്തിൽ, രോഗത്തിലാണോ നിങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ ഭാരത്തിലാണോ നിങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ വേദനയിലാണോ, നിങ്ങൾ മനസ്സിന് സമാധാനമില്ലാത്തവരാണോ, നിങ്ങൾ ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നവരാണോ, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ജീവനുള്ള ദൈവത്തെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചാൽ, നിങ്ങളുടെ ഹൃദയം ഒന്ന് സമർപ്പിച്ചാൽ, നിങ്ങൾ മറ്റുള്ളതൊന്നും കൊടുക്കണ്ട, നിങ്ങളുടെ ഹൃദയം മാത്രം ഒന്ന് ദൈവസന്നിധിയിൽ സമർപ്പിച്ചാൽ പ്രിയരെ, നിങ്ങളെ ദൈവം അതിമഹത്വമായി അനുഗ്രഹിപ്പാനിടയാകും. എനിക്ക് ലഭിച്ച ആ നന്മകൾ ഞാൻ അറിയാത്തിടങ്ങളിൽ നിന്ന്, അറിയാത്ത വഴികളിലൂടെ ദൈവം ഒത്തിരിയേറെ കാര്യം, ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട്. ചിത്രത്തോട് സമയം എന്നെ കേട്ടിരിപ്പാൻ ദൈവം നിങ്ങളെ സഹായിച്ചല്ലോ. എന്നെ അനുഗ്രഹിച്ച ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കും. നിങ്ങളെ എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞങ്ങൾ സുവിശേഷ വേലയുടെ ബന്ധത്തിലായിരിക്കുന്നു. ഞങ്ങൾ കുടുംബമായി ദൈവവേല ചെയ്യുവാൻ ദൈവം എന്താഗ്രഹിക്കുന്നു അതേ അവസ്ഥയിലേക്ക് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവാലോചനയോടെ മുന്നേറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ താഴ്ന്നിരുന്നോളൂ.